بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقتلوا أولادكم خشية إملاق نحن نرزقهم وإياكم إن قتلهم كان خطأ كبيرا صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين منن الإله على العباد كثيرا وأجلهن نجابة الأولاد واعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. ആദരണീയരായ ഉസ്താദുമാരെ, കാരണവന്മാരെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലെ പരലോക ജീവിതം ഉദ്ദേശിക്കുന്ന, ലക്ഷ്യം വെക്കുന്ന ആളുകൾക്കായി, വിശ്വാസികൾക്കായി, മുഅ്മിനീങ്ങൾക്കായി അള്ളാഹു നമ്മെ ഉണർത്തിയ വിഷയങ്ങളാണ് കഴിഞ്ഞ 5 ദിനങ്ങളിലായി നാം പറഞ്ഞു വച്ചത്. അള്ളാഹുവിലുള്ള വിശ്വാസവും ആരാധനയും മാതാപിതാക്കളോടുള്ള കടപ്പാടും കടമകളും കുടുംബബന്ധവും സമൂഹത്തിലെ പരിഗണിക്കേണ്ട വിഭാഗങ്ങളെ നന്നായി പരിഗണിച്ച് വേണ്ട വിധം അവരെ സ്നേഹിച്ച് ഒത്താശകൾ ചെയ്ത് സാമ്പത്തിക രംഗം ഭദ്രമായി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് നീങ്ങണമെന്നുമുള്ള ഉപദേശങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നാം പറഞ്ഞു വച്ചത്. വിശദീകരണങ്ങൾ പൂർണ്ണമല്ല, ഇനിയും പഠിക്കാവുന്ന അത്ര ആ സൂക്തങ്ങളുമായി ബന്ധപ്പെട്ട് നാം പഠനം നടത്തണം. നാം ഈ പറയുന്ന തഫ്സീറുകളും വിവക്ഷകളും മാത്രമാണ് ഈ ആയത്തിനുള്ളത് എന്ന് ചിന്തിക്കരുത്. പരിശുദ്ധ ഖുർആൻ വളരെ ഹ്രസ്വമായി, ലളിതമായി നമ്മുടെ മുന്നിൽ വെക്കുന്ന സൂക്തങ്ങൾക്ക്
വിശാലമായ വീക്ഷണങ്ങൾ മഹാരഥന്മാരായ ഖുർആൻ പണ്ഡിതർ നൽകിയിട്ടുണ്ട്. എല്ലാം കൂടി പറയുക എന്നത് നമുക്ക് അസാധ്യമായ കാര്യമായതുകൊണ്ട് ഒരു ഹ്രസ്വമായ വിവരണം മാത്രമാണ് നാം അത് സംബന്ധിയായി നടത്തുന്നത്. ഇന്ന് നാം ഓതി വച്ചത് സൂറത്തുൽ ഇസ്രായിലെ 31-ാമത്തെ ആയത്താണ്. ഇവിടുന്ന് അങ്ങോട്ട് 39 വരെയുള്ള ഭാഗങ്ങളിലായി 10 ദുസ്വഭാവങ്ങളും അവയെ പ്രതിരോധിക്കാനുള്ള ശൈലികളുമാണ് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. ആ 10 വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തെയും കർമ്മത്തെയും ബാധിക്കുന്ന ദുസ്വഭാവങ്ങളാണ്. ആയതിനാൽ തന്നെ നന്നായി പഠിക്കുകയും പുനരാലോചന നടത്തുകയും ഏതെങ്കിലും അത്തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ അള്ളിപ്പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിയ അത് എടുത്തുമാറ്റി പകരം അവിടെ വെക്കേണ്ട കാര്യങ്ങളെ തുന്നിച്ചേർത്തു വെക്കാൻ ഈ അധ്യാപനങ്ങൾ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. ഈ ദുസ്വഭാവങ്ങളിലൂടെ ഒരു വിശ്വാസിക്ക് നഷ്ടപ്പെടുന്നത് അവൻ്റെ ഈമാനികമായ സൗന്ദര്യവും കർമ്മരംഗത്തെ സംശുദ്ധിയുമാണ്. അതിൽ ഒട്ടുമിക്ക വിഷയങ്ങളും നമ്മുടെ നാടുകളിൽ പരസ്യമായ രൂപത്തിൽ തന്നെ പടർന്നു പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിയന്ത്രിക്കാൻ കഴിയാത്ത ചില അവസ്ഥയിലേക്ക് ചില കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ക്ഷമ പാലിക്കേണ്ട കാലഘട്ടം എന്ന നിലക്ക് നാം ക്ഷമിക്കേണ്ടത് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കിട്ടാത്തതിൻ്റെ പേരിലല്ല, ഈ സമാനിൽ സൗകര്യങ്ങൾ കുറഞ്ഞതിൻ്റെ പേരിലും അല്ല. അത് രണ്ടും ഇഷ്ടം പോലെ അല്ലെങ്കിൽ നാം ഉദ്ദേശിച്ചതുപോലെ ഏതെങ്കിലും രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ്. ജോലിയില്ലാത്ത കാലത്തും പുറത്തിറങ്ങാൻ കഴിയാത്ത കാലത്തും സൗജന്യ റേഷൻ മുടക്കമില്ലാതെ അരി മാത്രമല്ല പച്ചക്കറികളും തുടർന്നെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുക. അവിടെയൊന്നുമല്ല വിഷയം. നമ്മുടെ ആത്മീയവും കർമ്മപരവുമായ മേഖലകളെ വല്ലാതെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ദുസ്വഭാവങ്ങൾ, അത് പലപ്പോഴും ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ മുഅ്മിനിൻ്റെ സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തി നന്നായി ആ 10 സ്വഭാവങ്ങളും സ്വീകരിച്ചവൻ ഒരു മനുഷ്യനാണോ എന്നുപോലും സംശയിക്കത്തക്ക രീതിയിൽ വല്ലാതെ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയങ്ങളോടാണ് ക്ഷമിച്ചുകൊണ്ട് സമരം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങേണ്ടത്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സമരം ജിഹാദുൻ നഫ്സാണ്, സ്വന്തം ശരീരങ്ങളോടുള്ള സമരം. ആ ശരീരം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദുർവൃത്തികളോടുള്ള, ദുരാചാരങ്ങളോടുള്ള, ദുർമോഹങ്ങളോടുള്ള സമരം. അത് ചെയ്യാൻ കഴിയുന്നിടത്താണ് നമ്മുടെ വിശ്വാസവും കർമ്മവും കൂടുതൽ കൂടുതൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം ആ വിഷയങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നോ അത്രമാത്രം നമുക്ക് പാരത്രിക ലോകത്ത് നമ്മുടെ വിശ്വാസ കർമ്മങ്ങളുടെ സൗന്ദര്യങ്ങൾ ആസ്വദിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 31-ാമത്തെ ആയത്തിലൂടെ 2 ദുസ്വഭാവങ്ങളെയാണ് നമ്മിൽ നിന്ന് തിരുത്തുന്നത്. അതിലൊന്ന് അൽ അമൽ, ആഗ്രഹങ്ങൾ, ആവശ്യമുള്ളത് മാത്രം ആഗ്രഹിക്കുക. വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യം അതാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ
തർക്കുഹു മാ ലാ യഅനി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ സൗന്ദര്യത്തിൽ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് തർക്കുഹു മാ ലാ യഅനി, ആവശ്യമില്ലാത്തത് കഴിവൊഴിക്കൽ. ആവശ്യമില്ലാത്തത് ആഗ്രഹിക്കണ്ട, ആവശ്യമില്ലാത്തതിലേക്ക് ചിന്തിക്കണ്ട, ആവശ്യമില്ലാത്തതിന് വേണ്ടി നെട്ടോട്ടമോടണ്ട. നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്തു, ആവശ്യമില്ലാത്തതിന്റെ പിറകിൽ പോയാൽ ആവശ്യമുള്ളത് നഷ്ടപ്പെടും. മയ്യത്തുലുബൻ മാ ലൈസ യഅനീഹി ഫഖദ് ഫാത്തല്ലദീ യഅനീഹി മിൻ ഗൈരി ഇത്തിലാ. ആത്മീയതയുടെ വലിയ അധ്യായം പഠിപ്പിച്ച സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, ആവശ്യമില്ലാത്തതിന്റെ പിറകിൽ തേടിപ്പോയാൽ ആവശ്യമുള്ളത് നഷ്ടപ്പെട്ടു പോകും. അത് ഒരു വിഷയത്തിലല്ല, എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. ആവശ്യമുള്ളതിന്റെ പിറകിൽ പോയി നോക്കൂ, അല്ലാഹു തആല എളുപ്പം തരും. നീ അതിൽ അത്രയും അധ്വാനിക്കുന്നുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം തരും. പ്രയാസങ്ങൾക്ക് നിനക്ക് ഒരു കൂലി ഇവിടെ, മറ്റൊന്ന് അവിടെ. അതുകൊണ്ടാണ് ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റ. നമുക്ക് ഓതുമ്പോ ഒക്കെ ഒന്നാണല്ലേ. ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റ. എന്താണ് ആ പറഞ്ഞതിന്റെ താല്പര്യം? ഇവിടെ അൽ ഖമറിൽ നമ്മൾ ആദ്യം വിശദീകരിച്ച അധ്യായമാണത്, സൂറത്തു ശർഹ്. ഇവിടെ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിക്ക്, ഒരു ബുദ്ധിമുട്ടിന്, ഒരു പ്രയാസത്തിന് രണ്ട് എളുപ്പങ്ങളുണ്ട്. അതിനാണ് അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞത്. നമുക്ക് രണ്ടൊരു പോലെ തോന്നുന്നുണ്ട് ഓതുമ്പോലെ. ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ. ഒരു പ്രതിസന്ധി നീ ഇവിടെ തരണം ചെയ്യുന്നു, വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, പല മേഖലകളിലും ആകാം. അതിന് യുസ്റൻ, ഒരു എളുപ്പം ഇവിടെ കിട്ടും. ഇന്ന മഅൽ ഉസ്രി യുസ്റ, അതേ പ്രതിസന്ധിക്ക് ആഖിറത്തിൽ ഒരു എളുപ്പം കിട്ടും, മറ്റൊന്നിനല്ല, അതന്നെ. അപ്പൊ വിഷയം ആവർത്തിച്ചതിന്റെ പിന്നിൽ ഒരു വലിയ സൗന്ദര്യമുണ്ട്. ഇവിടെ സഹിക്കുന്ന സഹനങ്ങൾക്ക്, ത്യാഗങ്ങൾക്ക് ഇവിടം കൊണ്ട് തീരുന്നില്ല. ഇവിടെ സന്തോഷം ലഭിക്കുന്നുണ്ട്, എളുപ്പം കിട്ടുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും വലിയ സന്തോഷമാണ് നമ്മളെല്ലാവരും കാത്തു കഴിയുന്ന, ആഗ്രഹിക്കുന്ന പാരത്രിക ലോകത്ത് ലഭിക്കാൻ പോകുന്നത്. അള്ളാഹു നമുക്കവിടെ നഷ്ടമാകാതെ സന്തോഷത്തിലാക്കി തരട്ടെ. ഇവിടെ അനുഭവിക്കുന്ന ഒരു പ്രയാസം, ഒരു സഹോദരി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ജീവിതമാണ് ഒരു ഉമ്മയുടെ ജീവിതം. പുരുഷൻ്റേത് അങ്ങനെയല്ല. പുരുഷന്റെ ജീവിതത്തിൽ അത്തരം വലിയ പ്രയാസങ്ങളില്ല, അത് വേറൊരു വകുപ്പാണ്. ശാരീരിക പ്രയാസങ്ങൾ, ഹമലത്തുഹു ഉമ്മുഹു വഹനൻ വവളഅതുഹു വഹന വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ. ഗർഭധാരണം അത് സംഗതി ഒരു പ്രയാസം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പ്രസവം മറ്റൊന്നാണ്. 2 വർഷത്തെ പാലൂട്ടലും അതുപോലെ തന്നെ സംരക്ഷണവും മൂന്നാമത്തെ ഒന്നാണ്. അതിവിടെ അനുഭവിക്കുന്നതിന് ഉള്ള എളുപ്പം, സന്തോഷം കാണുന്നുണ്ട്. വളർന്നങ്ങനെ വന്ന് വലുതായി ആ സന്തോഷങ്ങളിൽ പഠിച്ച് വളർന്ന് അൽഹംദുലില്ലാ നല്ല രൂപത്തിലായ ആള്, ആണ് പെണ്ണങ്ങനെ നടക്കുന്ന കാണുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷം, വല്ലാത്ത ഒരു സമാധാനമൊക്കെ ഉണ്ട്. അന്നങ്ങനെ സഹിച്ചതിന് അല്ലാഹു തആല ഇവിടെ നല്ലൊരു എളുപ്പം കാണിച്ചു തന്നു. പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല. അതേ പ്രയാസത്തിന് അല്ലാഹു തആല അവിടെ ഒരു വല്ലാത്ത എളുപ്പം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു പതിപ്പായി വർത്തിക്കുന്ന, പിന്തുണയായി, കാരണമായി വർത്തിക്കുന്ന പിതാവ്, രക്ഷിതാവ്, അവർ സഹിക്കുന്ന ചില സഹനങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി ഹലാലായ റിസ്ക്കിന് വേണ്ടിയുള്ള കഠിനാധ്വാനം. അത് ചെറിയൊരു വിഷയമല്ല, വലിയ വിഷയം. അതിന് ആ മനുഷ്യൻ എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അവരെ പോറ്റി വളർത്താൻ വേണ്ടിയുള്ള കഠിനാധ്വാനത്തിന് ഇവിടെ ഒരു സന്തോഷം ലഭിക്കുന്നുണ്ട്. അവരുടെ വളർച്ചയും ഉയർച്ചയും ആ സന്തോഷങ്ങളൊക്കെ. അതോടൊപ്പം പാരത്രിക ലോകത്തും വല്ലാത്ത സന്തോഷം ലഭിക്കുന്നുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ ഇവിടെ വരുന്ന ലോകത്ത് ആഗ്രഹങ്ങൾ പരിമിതപ്പെടുത്തണം.
നീണ്ട ആഗ്രഹങ്ങൾ വേണ്ട, ആഗ്രഹങ്ങൾ പരിമിതപ്പെടുത്തണം. ആഗ്രഹം മൂത്തിട്ടാണ് പറയാൻ പോകുന്ന ഒരു ദുസ്വഭാവത്തിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നത്. രണ്ടാമത്തെ ഒരു ദുസ്വഭാവം അൽ ബുഖിൽ, പിശുക്ക്. അത് രണ്ടുമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇസ്മാഇൽ ഹിഖി തങ്ങൾ പറയുന്നു, ഈ രണ്ട് സ്വഭാവങ്ങളെയും പകരമാക്കാൻ രണ്ട് പകരങ്ങൾ സ്വീകരിക്കണം. ഒന്ന്, ആഗ്രഹങ്ങൾ കുറക്കാൻ എന്താ വഴി? ഔദാര്യത്തിന്റെ, ഉദാരതയുടെ വഴി സ്വീകരിക്കണം. എന്നാൽ ആഗ്രഹങ്ങൾ കുറഞ്ഞിട്ടു. പിശുക്ക് കുറക്കാനുള്ള മാർഗം തവക്കുലാണ്, അർപ്പണബോധം. അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഇതൊക്കെ തീർന്നു പോകും എന്നുള്ള ആ ഒരു പേടിയും ആ ഒരു വ്യാകുലതയും മനസ്സിൽ നിന്ന് മാറും. പിന്നെ അവിടെ തരും, കിട്ടും. എനിക്ക് അള്ളാഹു തരാതിരിക്കൂല, മുമ്പും തന്നിട്ടുണ്ട്, ഇനിയും തരും. ഒന്നും നഷ്ടാകൂല എന്ന രീതിയിലുള്ള ആ ഒരു അർപ്പണബോധം, അതാണ് അതിനുള്ളൊരു മറുമരുന്ന്. അങ്ങനെ അയാൾ അനുഭവിക്കും ചെയ്യും ജീവിതത്തിൽ. വെറുതെ പറയുന്നല്ല, അയാൾ നന്നായ സന്തോഷത്തോടെ അനുഭവിക്കും. അങ്ങനെ എത്ര വലിയ സന്തോഷം കിട്ടിയ മഹാന്മാരുണ്ട്. ഞാനിപ്പോ ഇത് കൊടുത്താൽ എന്താകും? കൊടുത്താൽ അള്ളാഹു വേറെ വഴിക്ക് തരും. നിങ്ങൾ കണ്ടില്ലേ, തവക്കുലൊക്കെ വലിയ സ്ഥാനത്തെത്തിയ മഹാനല്ലേ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അർപ്പണബോധത്തിൽ എന്തൊരു വലിയ ഉദാഹരണമാണ്. ഒരാളും താമസിക്കാത്ത ഒരു സ്ഥലത്ത് തൻ്റെ കുടുംബത്തെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ നിർദ്ദേശം. ഒരു കുഞ്ഞിനെ അള്ളാഹു നൽകുന്നത് തന്നെ 86-ാമത്തെ വയസ്സിൽ. എത്ര സന്തോഷത്തോടെ സ്വീകരിക്കും. പക്ഷേ നൽകിയ ഉടനെ അള്ളാഹുവിൻ്റെ നിർദ്ദേശം, അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കണം. ബഹുമാനപ്പെട്ട ബീവി ഹാജർ റളിയല്ലാഹു അൻഹ പിന്നാലെ വരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഞാൻ പോകാന്ന് പറഞ്ഞ് തിരിഞ്ഞു പോന്നപ്പോ കണ്ണിൽ നിന്ന് മറയും എന്നിടത്തെത്തിയപ്പോ ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ? വേറൊന്നും ചോദിക്കാനില്ല. അള്ളാഹു ആണോ ഇത് കൽപ്പിച്ചത്? അത് തവക്കുലിന്റെ വേറൊരു പതിപ്പാണ്. പേടിച്ച് കരയണമൊന്നുമില്ല, വെപ്രാളപ്പെട്ട് നിലവിളിക്കുന്നൊന്നുമില്ല. ആരാ ആൺതുണയുള്ളത്? വേറെ ആരാ കുടുംബമുള്ളത്? ഒറ്റ വീട്ടിൽ കഴിയുന്ന സഹോദരിമാർക്കൊക്കെ എപ്പോഴും വേണ്ടത് തവക്കുലാണ്, നല്ല അർപ്പണബോധമാണ്. കാര്യങ്ങളിൽ പിശുക്കരുത്, ഒരു വിഷയത്തിലും പിശുക്ക് കാണിക്കരുത്, മടി കാണിക്കരുത്. പിശുക്ക് എന്ന് പറഞ്ഞാൽ സമ്പത്തിനോട് മാത്രമല്ല, ഐച്ഛിക കർമ്മങ്ങളോടൊന്നും പിശുക്ക് പാടില്ല. ഞാനിപ്പോൾ അത് ചെയ്താൽ എന്താ, ബാക്കി അള്ളാഹു തരും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്താൽ, ഒരു സുന്നത്തായ കാര്യം അവിടെ ചെയ്യാനുണ്ട്, ചെയ്തോ, മടിയൊന്നും കാണിക്കണ്ട, പിശുക്കണ്ട, അള്ളാഹു തല തരും. നിന്റെ ശരീരത്തുമായി ബന്ധപ്പെട്ടുള്ള പിശുക്കൊക്കെ മാറ്റുക. ശരീരത്തിന്റെ പിശുക്ക്, കർമ്മങ്ങൾ ചെയ്യാനുള്ള പിശുക്ക്, ചില കാര്യങ്ങൾ കൊണ്ടു നടക്കാനുള്ള പിശുക്ക്, അല്ല സമ്പത്തിൽ മാത്രമൊന്നുമല്ല. ആ പിശുക്കൊക്കെ മാറ്റണം. ഞാനത് ചെയ്താൽ ഇപ്പം എന്ത് വരും? തരാനുള്ളത് അള്ളാഹു തല തരും. വേറെന്ത് വരാനാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോ 3 അക്ഷരത്തിന്റെ ഒരു മറുപടി, നഅം. വേറൊന്നുമില്ല, അള്ളാഹുവിന്റെ ഉത്തരവാണ്. മഹദിയും പറഞ്ഞു, ഇദല്ലാ യുളിഉന, അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമ്മെ വെറുതെ ആക്കൂല. നമ്മൾ വെക്കോളി. തിരിച്ചു പോന്നു. ഹാജർ ബീവി റളിയല്ലാഹു അൻഹ തിരിച്ചു പോന്നു. മക്ക എന്ന വിശുദ്ധ നഗരം കണ്ണിൽ നിന്ന് മറയുന്നതിന്റെ മുമ്പ് ഒരൊറ്റ പ്രാവശ്യം ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവോട് പറഞ്ഞു, റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഅ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. ഒരൊറ്റ പ്രാർത്ഥന, അല്ലാഹുവേ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു ഭാഗത്തെ, വേറൊരു ഭാഗമുണ്ട്, സാറ ബീവി റളിയല്ലാഹു അൻഹ വേറൊരു ഭാഗമുണ്ട്, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു ഭാഗത്തെ ഇവിടെ ബിവാദിൻ ഗൈരി ദീ സർഇൻ, കൃഷിയിടമല്ലാത്ത ഒരു മലഞ്ചെരുവിൽ ഞാൻ ഇവിടെ അധിവസിപ്പിച്ചു.
നീ എന്നോട് അവിടെ കൊണ്ടാക്കി പോകാനാ പറഞ്ഞ, ഞാൻ ഇതാ പോകുന്നു. എനിക്കിതിൽ യാതൊരു സങ്കടമൊന്നുമില്ല. എന്തിനാ ഞാൻ ഇവിടെ ആക്കിയത്, ഇവിടെ നിശ്ചയിച്ചത് എന്തിനാ? റബ്ബനാ ലിയുഖീമുസ്സലാ, ഈ പ്രദേശവാസികൾ നിന്നെ സ്മരിക്കാനും നിന്നെ ഓർക്കാനും നിസ്കാരം നിലനിർത്താനും ഖിയാമത്ത് നാൾ വരെ ഇവിടെ ജീവിക്കുന്ന ആളുകൾ നിസ്കാരം നിലനിർത്തണം. അതുകൊണ്ട് ഫജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ മനസ്സ് അതിലേക്ക് ഇവരിലേക്ക് നീ തിരിക്കണം. വർസുഖുഹും മിനസ്സമറാത്ത്, എല്ലാ ഫലങ്ങളിൽ നിന്നും ഇവർക്ക് നീ നൽകണം. ലഅല്ലഹും യഷ്കുറൂൻ, ഭക്ഷ്യവസ്തുക്കൾ മാത്രമല്ല നല്ല ഫലവർഗങ്ങളും നൽകണം. വിശുദ്ധ മക്കയിൽ ലഭിക്കാത്തൊരൊറ്റ ഫലവും ഇല്ല, എല്ലാ പഴവർഗ്ഗങ്ങളും അവിടെ ലഭിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ആ സന്തോഷമുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ച് മഹാനവറുകൾ മുന്നോട്ട് നീങ്ങി. സഹോദരങ്ങളെ, കുടുംബങ്ങളും മറ്റുമൊക്കെ പിന്നെ അവിടെ വന്ന് ഘട്ടം ഘട്ടമായി താമസിക്കുന്നതിനിടയിൽ ബഹുമാനപ്പെട്ട ബീവി ഹാജർ റളിയല്ലാഹു അൻഹയും കുടുംബവും വല്ലാത്ത അർപ്പണബോധത്തോടെയാണ് അവിടെ കഴിയുന്നത്. അവരുടെ ആ സത്യത്തിലുള്ള അന്നത്തെ ആ ഒരു പ്രവർത്തനമാണ് അള്ളാഹു നമുക്കും മാർഗമാക്കി തന്നത്. അവര് ഓടിയതും അവര് നടന്നതും കൃത്യമായി വരച്ചു വെച്ച് അല്ലാഹു തആല നമ്മളോട് അതിലൂടെ നടക്കാനും അതിലൂടെ സ്പീഡിലൊന്ന് നടക്കാനും അവര് കയറിയിടത്തൊന്ന് കയറാനും ഇറങ്ങിയിടത്ത് ഇറങ്ങാനും അവരുടെ കാൽപ്പാടുകൾ പിന്തുടരാനും ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകളോട് അല്ലാഹു തആല കൽപ്പിച്ചു. അവരെ തവക്കുൽ അല്ലാഹു സ്വീകരിച്ചതിൻ്റെ വലിയൊരു തെളിവാണത്. ഞാനിവിടെ പറഞ്ഞു വന്നത്, കുറേ ആളുകളുമായി ജീവിക്കുന്ന നമുക്ക്, കുടുംബങ്ങൾക്ക് പൊതുവെ എന്തായി പോകും എന്ന ഒരു പേടി, ആ പേടിയിൽ നിന്നാണ് പിശുക്ക് എന്ന് പറയുന്ന വിഷയം ഉത്ഭവിക്കുന്നത്. ഒന്നും ആകൂല, അള്ളാഹു തരും, റബ്ബ് തആല തരും, അള്ളാഹു നിശ്ചയിക്കുന്നവനാണ്, അവൻ തരുന്നവനാണ് എന്ന നല്ല ബോധമുണ്ടോ? എന്നാൽ കൊടുക്കുന്നിടത്തും ചെലവ് ചെയ്യുന്നിടത്തും കൂടുതൽ കൂടുതൽ പേരക്കുട്ടികൾ മക്കളുണ്ടാകുന്നിടത്തും ഒരു പരാതി ഉണ്ടാകൂല, ഒരു വിഷമവും ഉണ്ടാകൂല. ഓരോ പേരക്കുട്ടികൾ വരുമ്പോൾ ചെലവിന്റെ കണക്ക് കൂട്ടേണ്ടി വരില്ല. അള്ളാഹുവാണ് നൽകുന്നവൻ, അള്ളാഹു തരും. പിശുക്കങ്ങോട്ട് മാറ്റിവെച്ചാൽ മറ്റൊരു വഴിക്ക് അള്ളാഹു തആല തരും. പെങ്ങളെ കൂട്ടത്തിലെ ഒരാൾ എന്നെ അങ്ങാടിയിൽ പോയി ഇങ്ങനെ നിൽക്കുക. അയാളെ കയ്യിൽ ആകെ ഒരു 10 രൂപ ഉണ്ട്. ഒന്നുമല്ല, ഒരു ചായ പിടിക്കാൻ മുട്ടിയാൽ ഒരു 10 രൂപ കയ്യിൽ വെച്ചതാണ്. കാശില്ലാത്ത ആളൊന്നല്ല, കാശുള്ള ആളാണ്. പോക്കറ്റിൽ ഒരു 10 രൂപ ഇട്ടത്. അയാൾ അങ്ങാടിയിൽ എങ്ങനെ നിൽക്കുമ്പോൾ അയാളെ വീട്ടിലേക്ക് 1-2 കിലോമീറ്റർ വരണം. നടന്നു വരാനൊന്നും കഴിയില്ല, വാഹനത്തിൽ വരലാണ്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കിട്ടും, അല്ലെങ്കിൽ ഒരു വാഹനം വിളിച്ചും വരാം. അതിനൊക്കെ പറ്റിയ കാശുമായിട്ട് ആളെങ്ങനെ നിൽക്കുകയാണ്. 10 ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. അയാളെ കീശയിലെ കാശ് മുഴുവനും കൊടുക്കേണ്ടി വന്നു ഒരാൾക്ക്. ഒരത്യാസന്ന ഘട്ടത്തിൽ അയാളെ മുന്നിൽ വന്ന് പെട്ടു. നിങ്ങൾ എന്നെ ഒരു 50 രൂപ തന്ന് സഹായിക്കണം. കീശയിൽ നോക്കുമ്പോൾ കറക്റ്റ് 50. ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൻ്റെ പടിയിലെത്തിയാൽ 50 കൊടുക്കണം. വീട്ടിലേക്കോ പോകാൻ നേരമായിട്ടുണ്ട്. പടച്ചോനെ, ഇയാൾ ചോദിക്കുന്നു 50 ഈ 50 ഞാനും കൊടുത്താൽ കുടുങ്ങോ? കുടുങ്ങൂല. ഇങ്ങനെ കുടുങ്ങുന്നു. അവിടെ ഇങ്ങനെ ഒരു കളി ഉണ്ടാവും നമ്മളെ മനസ്സിലിങ്ങനെ, ഇത് കൊടുക്കണോ, കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പറ്റ പോകോ, എന്താകും അവസ്ഥ? അലല്ലാഹ് എന്നും കരുതി ഒരു കൊടുതിയം കൊടുത്താൽ പിന്നെ വേറൊരാള് നമ്മളിങ്ങനെ അവിടെ കാത്തിരിക്കുകയാണ്. ഏതായാലും കുറച്ച് കഴിഞ്ഞാൽ ഏതായാലും വാഹനം കിട്ടുമായിരിക്കും. അപ്പോഴാണ് പഴയ കാലത്തൊരു സുഹൃത്ത് ഇങ്ങനെ വരുന്നത്. സലാം പറഞ്ഞു. കുറേ കാലമായല്ലോ കണ്ടിട്ട്, നിങ്ങൾ എന്നെ വന്ന്? ഞാൻ കഴിഞ്ഞ മാസം വന്നു. ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളെ കാണും ഞാൻ അങ്ങനെ കരുതിയിരുന്നു. ഞാൻ കയറി, വാഹനത്തിൽ കയറി. ഏതായാലും ഇവിടെ നിൽക്കല്ലേ, എൻ്റെ വക നമ്മൾ നല്ലൊരു ഭക്ഷണം കഴിക്കും. ഇവിടെ ഒന്നും കിട്ടില്ല, കൊടുവള്ളിയിലേക്ക് തന്നെ പോവാം. ആ കൊടുവള്ളിയിൽ പോയി നല്ല ഒരു ഫുഡ്. ബില്ല് വന്നപ്പോൾ എല്ലാം അറിയുന്നത് 350-400 രൂപ. പക്ഷേ കൊടുത്തത് എത്ര? കൊടുത്തത് 50. സുബ്ഹാനല്ലാഹ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാർ അങ്ങോട്ടും ഇങ്ങോട്ടും AC വാഹനം ഓടാൻ 10-200 ചെലവ്. അങ്ങനെ കൊടുത്തതിൽ അധികമാണല്ലോ ഇപ്പം അല്ലാഹു തആല തന്നത്. 50 രൂപക്കൊന്നും ഈ ഭക്ഷണം കിട്ടൂല. അവസാനം വീട്ടിലിറങ്ങാൻ നേരത്ത് എന്തൊക്കെയുണ്ട് ഇപ്പോൾ വിശേഷം? ജോലിയൊക്കെ റാഹത്തായി പോകുന്നുണ്ട്. പണി നമ്മളെ പഴയ പണി തന്നെയാണ്. അല്ലാഹു തആല, നമ്മൾ പണ്ട് ഗൾഫിൽ ഒരുമിച്ച് കൂടിയപ്പോൾ
ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം നല്ല റാഹത്തിൽ പോകുന്നുണ്ട്, സന്തോഷം തന്നെയല്ലേ. എന്നാൽ എൻ്റെ കയ്യിൽ നിങ്ങളെ ഒരു സന്തോഷത്തിന് എന്ത് വെച്ചോളൂ. അപ്പം അയാൾ തുറന്നു നോക്കുമ്പോൾ അതും ഒന്നിനിരട്ടി 10, ഫുള്ള് എല്ലായിടത്തും 10ആണല്ലോ, ഒന്നിന് പകരം 10 നിറയാണ്. ഇപ്പം അള്ളാഹുത്തല തന്നത് ഭക്ഷണം കിട്ടി, വാഹനം കിട്ടി, അതും നല്ല എയർ കണ്ടീഷൻ വാഹനത്തിൽ വീട്ടിലെത്തി, സുഹൃത്തിനെ കണ്ടൊരു സന്തോഷം, പരസ്പരം സലാം പറഞ്ഞത്, എന്തെല്ലാമാ കിട്ടിയത്. നേരത്തെ കൊടുത്തത് 50, പകരം കിട്ടിയത് ധാരാളം. എത്ര ആളുകൾ അനുഭവം പറയും സഹോദരങ്ങളെ. അത് അവരെ മനസ്സിലുള്ള ആ ടൈമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്, തരുന്നതിനെ കുറിച്ചുള്ള വലിയൊരു പ്രതീക്ഷയാണ് ഈ തവക്കുൽ എന്ന് പറയുന്നത്. ഉസ്താദ്, എന്നാലേ നമുക്ക് പുരയില് മക്കളും ഭാര്യയൊക്കെ ഉണ്ട്, അവിടെ മുറ്റത്ത് ഇങ്ങനെ തവക്കുലാക്കി ഇരുന്നാ പോരെ? അല്ലല്ലല്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തവക്കുൽ എന്ന് പറഞ്ഞാൽ കാരണങ്ങളുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള വിഷയങ്ങൾ വരും വരായികകൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കാം. മഹാനവർകൾ പറഞ്ഞു, എങ്ങനെ? ഒരാൾ ഒരു വിത്ത് നടുന്നു, വിത്ത് അയാൾ ഇടുകയാണ് മണ്ണിൽ. പടച്ചോനെ, ഞാനിതാ നല്ല മണ്ണാണ് റെഡിയാക്കി വെച്ചതിലേക്ക് ഇടുകയാണ്. ഇത് മുളപ്പിച്ച് കായ്ക്കനിയായി എനിക്ക് എൻ്റെ കയ്യിലേക്ക് തരേണ്ടത് നീയാണ്. ഞാൻ ഒരു സബബോട് ചെയ്തു, ബാക്കിയെല്ലാം നീ ചെയ്യേണ്ടതാണ്. ഞാൻ ജോലിക്ക് പോയി, അത് റാഹത്തായി എനിക്ക് അതിൻ്റെ ശമ്പളവും കൂലിയൊക്കെ നീ തരേണ്ടതാണ്. അങ്ങനെയാണ്. അയാൾ അവിടെ ഇരിക്കാൻ പാടില്ല. അയാൾ ഈ കാരണങ്ങളുമായി ബന്ധപ്പെടുന്ന തവക്കുലിനെതിരാകൂല. ചില ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നത്, എന്താ നിങ്ങൾ ഇരിക്കുന്നത്? ഞങ്ങൾ മുത്തവക്കിലീങ്ങളാണ് എന്ന് പറഞ്ഞു. തവക്കുൽ ചെയ്തിരിക്കുകയാണ്. തവക്കുൽ, നിങ്ങൾക്ക് പണിയൊന്നുമില്ലേ? ഉമർ റളിയല്ലാഹുവിന്റെ ചോദ്യം, പണിയൊന്നുമില്ലേ? ഇല്ല, ഞങ്ങൾ തവക്കുൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു, നിങ്ങൾ മുത്തവക്കിലീങ്ങൾ എന്നല്ല പറയേണ്ടത്, ഒരക്ഷരം ഒന്ന് മാറ്റിയാൽ മതി. അൻതുമുൽ മുതഅക്കിലൂൻ. നിങ്ങൾ നല്ല ശാപ്പാട്ട് രാമന്മാരാണ്. സൗജന്യമായി കിട്ടിയാൽ എങ്ങനെ അടിച്ചുവിടാന്ന് കരുതിയിരിക്കുകയാണ്. യഥാർത്ഥ മുത്തവക്കിൽ നിങ്ങളെ പോലത്തവരല്ല. വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ബാക്കി അതിന്റെ വരും വരായികകൾ അലല്ലാഹ്, അല്ലാഹുവിൽ ഏൽപ്പിക്കുന്നവർ. ഖമ്മൽ മുഈലു ഫലാ യജൂസു ഖുഊദുഹു അൻ മക്സബിൽ ലിഇയാലിഹി മുതദല്ലില. ഭാര്യ സന്താനങ്ങളുള്ള കുടുംബനാഥൻ, അയാൾ അവിടെ വെറുതെ ഇരിക്കാൻ പാടില്ല. അയാൾ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കണം. അപ്പൊ അള്ളാഹു തആല കാര്യങ്ങളൊക്കെ നടത്തിത്തരും. അങ്ങനെയുള്ള മഹാന്മാരെ തവക്കുലൊക്കെ അങ്ങനെയാണ്. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു വൈകുന്നേരം വീട്ടിൽ വന്നപ്പോ ഭാര്യ പറഞ്ഞു, ഇവിടെ ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. അപ്പൊ ഭർത്താവ് പറഞ്ഞു, എൻ്റെ കയ്യിലിപ്പോ ഒന്നുമില്ല. ഇല്ലായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട്, കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? ഭാര്യ പറഞ്ഞു, എൻ്റെ കയ്യിലുണ്ട് 2 ദിർഹമുണ്ട്, 2 ദിർഹമുണ്ട്, അത് മതിയല്ലോ. നല്ല പൊടി വാങ്ങിക്കൊണ്ടുവന്നാൽ ഹുബുസ് ഉണ്ടാക്കാം. 2 ദിർഹം കൊടുത്തു. സന്തോഷത്തോടെ അങ്ങാടിയിലേക്ക് പോയി. സ്വന്തം കാശല്ലേ, ഭാര്യൻ്റെതാണ്. ഭാര്യ വീട്ടിൽ നല്ല കൈത്തൊഴിൽ ചെയ്യും. ഉമ്മമാര് നല്ല കൈത്തൊഴിൽ പരിശീലിക്കണം വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച്. അത് സുന്നത്താണ്. അറിയാത്തവർ പഠിക്കുക. ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം. ഹലാലായ വരുമാനം ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. എന്തായാലും കുഴപ്പം? പക്ഷെ ആ പണി പഠിക്കണം. കൊട്ട തുന്നാ അറിയോ? ഇപ്പൊ കൊട്ട തുന്നാ 4 ഭാഗത്തോട് വെള്ളം ഒഴിച്ചാൽ താഴോട്ട് പോകും. മുമ്പുള്ള കൊട്ടകൾ കണ്ടില്ലേ, എത്ര ഭംഗിയിൽ. അത് ഓരോ കടയിലും എത്തിക്കുന്നത് ആരാ? ഓരോ വീട്ടിലെ കുടുംബത്തിലെ ഉപ്പമാര്, സഹോദരങ്ങൾ. ആരാണ് അതിന്റെ നിർമ്മാതാക്കൾ? ആ വീട്ടിലെ ഉമ്മപങ്ങന്മാർ. അവരൊരാഴ്ച കൊണ്ട് ഒരു 10-20 കൊട്ട. എത്ര ലാഭം കിട്ടും? ഹലാലാ നിലക്കിട്ടുന്ന സമ്പത്തല്ലേ. മുറവുണ്ടാക്കുക, പായ ഉണ്ടാക്കുക. ആ പായൊന്നും ഇപ്പോഴും തെരഞ്ഞിട്ടെന്നെ കാണാനില്ല. എത്ര നല്ല തള്ളക്കയിലും കുഞ്ഞിക്കയിലൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പത് വന്നിരിക്കുന്നത് വിപണിയിലുണ്ട്, പക്ഷെ അത് വീട്ടിൽ നിർമ്മിച്ച രൂപത്തിലല്ല ഉള്ളത്, വേറെ മോഡല്ല. ഇങ്ങനെയുള്ള വിദ്യകളൊക്കെ പഠിച്ച് അത് പ്രാക്ടിക്കലാക്കി കൊണ്ടു നടന്നാൽ നല്ല നല്ല ഹലാലായ റിസ്ക് കഴിക്കാൻ നല്ല സമ്പാദ്യം കിട്ടും. അങ്ങനെ ഒരു ചെറിയ തൊഴിൽ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് ചെയ്തിരുന്നു. അങ്ങനെ കിട്ടിയ 2 ദിർഹമാ കൊടുക്കുന്നത്.
മഹാനവറുകൾ അത് കീശയിലിട്ട് അങ്ങാടിയിലെത്തി. വലിയ മഹാനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. ചെറിയ ആളൊന്നുമല്ല. കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാര്, കൂട്ടുകാര്, ഞങ്ങൾക്ക് ഈ ഇറച്ചി തിന്നാൻ പൂതിയാകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ദ്വാരുന്ന ഇറച്ചി കിട്ടുമെന്ന് പറഞ്ഞു. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹുവിനോട് അള്ളാഹുവിനോട് പറഞ്ഞു, പഠിച്ചോനെ എനിക്ക് വേണ്ടിയല്ലതാ എൻ്റെ കൂട്ടുകാർ, ഇവർക്ക് മാംസം കഴിക്കാൻ വല്ലാത്ത പൂതിയുണ്ട്, ഇവരെ കാര്യം നീ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് മുന്നിൽ ഒരാളെത്തി, മാംസമായിട്ട്, നല്ല വേവിച്ച മാംസമായിട്ട്. അത്രയും പെട്ടെന്ന് ഇമാം നാവി റളിയല്ലാഹു പറയുന്നു, വലിയ ബഹുമാനമുള്ള മഹാൻ, അള്ളാഹു വലിയ ബഹുമാനം നൽകി ആദരിച്ച മഹാനാണ്. ആ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു 2 ദിർഹമുമായിട്ട് അങ്ങാടിയിൽ ചെന്നിങ്ങനെ നിൽക്കാൻ, പൊടി വാങ്ങി വീട്ടിലേക്ക് പോകാൻ. മഹാനവറുകൾ സ്ഥലത്ത് നിന്നപ്പോ നേരെ അവിടുത്തെ മുന്നിലേക്ക് എത്തി ഒരു സായിൽ, ഒരു യാചകൻ. അയാൾ ചോദിക്കുന്നു, 2 ദിർഹം തരുമോ? ഒന്നല്ല 2. അപ്പൊ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, 2 എന്നാണല്ലോ ചോദ്യം, നമ്മുടെ അടുത്തുള്ള 2 ചോദിക്കുന്നു 2. പടച്ചോനായ റബ്ബേ, എന്തിനാ തന്നത്? പൊടി വാങ്ങിക്കൊണ്ടുപോകാൻ. വേറൊരു സ്ഥലത്തേക്ക് മാറി നിന്നു, ആരെങ്കിലും ഇടപെട്ട് കൊടുത്താൽ അതുകൊണ്ട് പൊടി വാങ്ങി പോകാൻ കരുതിയിട്ട്. വേറെ ഒരു കടയിലേക്ക് മാറി നിന്നപ്പോ അതേ കടയിലേക്ക് വീണ്ടും അയാൾ വന്നു, 2 ദിർഹം തരുമോ? ഇനി ആവർത്തിച്ച് ചോദിച്ച് മുഷിപ്പിക്കാൻ പാടില്ലല്ലോ. 2 ദിർഹം കൊടുത്തു. ഇനി എന്ത് ചെയ്യും? താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി മഹാനവറുകൾ ഏതായാലും ഒന്നുമില്ലാതെ അങ്ങോട്ട് ചെന്നാൽ ദേഷ്യപ്പെടുന്ന മുഖവും ഭാഷയൊക്കെ കേൾക്കേണ്ടി വരും. അതൊരു സുഖകരമല്ലല്ലോ. അതുകൊണ്ട് തൊട്ടടുത്തുണ്ട് നല്ല ഒരു മരമില്ല്. അവിടെ നല്ല ഈർച്ചമില്ലിന്റെ പൊടി ഉണ്ടാകും. ആ പൊടി കുറച്ച് സഞ്ചിയിലേക്ക് വാരി, കുറച്ച് മണ്ണും വാരി. താൽക്കാലിക ആശ്വാസത്തിനാണ്. പിന്നെ വിഷയങ്ങളൊക്കെ പറയാം. ഇത് മഗ്‌രിബാകുമ്പോൾ അവിടെ കൊണ്ടുപോയി എടുത്ത് ഞാൻ ഇശാ നിസ്കരിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് പോന്നു. അതവിടെ ഏൽപ്പിച്ചു. ഇനി ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുകയാണ്. വാതിൽ തുറന്നു കൊടുത്തു, സലാം പറഞ്ഞു, സലാം മടക്കി കയറ്റി. അപ്പൊ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു നോക്കുന്നുണ്ട്. ഭാവമാറ്റമൊന്നുമില്ല, പെരുമാറ്റത്തിൽ ഒരു കുറവുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണം എടുക്കില്ലേന്ന് വെച്ചു. ആ ഭക്ഷണം എടുക്കാന്ന് പറഞ്ഞു. അപ്പോഴും മനസ്സിൽ ഏത് ഭക്ഷണം ആയിരിക്കും പഠിച്ചോനെ. പിന്നെ ടേബിൾ കൊണ്ടുവന്ന് വെക്കുന്നു നല്ല ഖുബ്സ്, 1-ാം നമ്പർ നല്ല റൊട്ടി. അപ്പോഴാണ് മഹാനവറുകൾ ചോദിക്കുന്നത്, എവിടുന്നാ പൊടി കിട്ടിയത്? അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്? നിങ്ങൾ കൊണ്ടുവന്ന അടുത്തത് അതാ ബാക്കി ആ സഞ്ചിയിലുണ്ട്, ബാക്കി കവറിലുണ്ട്. കവറിൽ നോക്കുമ്പോൾ ശരിയായ പൊടി അതിലുണ്ട്. പിറ്റേ ദിവസത്തേക്ക് മറ്റൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള പൊടിയുണ്ട്. അപ്പോഴാണ് തന്റെ ഭാര്യയോട് വിഷയം പറഞ്ഞു കൊടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ കാര്യങ്ങൾ അർപ്പിച്ച് കാരണങ്ങളുമായി ഒരു രീതിയിൽ അവർ ബന്ധപ്പെട്ടപ്പോൾ മറ്റൊരു വിധത്തിൽ അല്ലാഹു നൽകി. അവരുദ്ദേശിച്ചത് തൽക്കാലം ഭാര്യയുടെ ഒരു ക്ഷോഭം ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ടൊരു വിഷയമാണ്. റബ്ബ് തആല തീരുമാനിച്ചു അങ്ങനെ പോരാ. കാരണം കൊടുക്കാൻ പറഞ്ഞ ആളുകൾക്ക് കൊടുത്ത ആളാണ്. അതുകൊണ്ട് ശരിയായ ഭക്ഷണം തന്നെ കൊടുക്കണം. നല്ല റൊട്ടിയാണ്, നല്ല ഖുബ്സാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലാഹു 2 ദിർഹമിലൂടെ കൊടുത്തത് എത്ര വലുതാണ് സഹോദരങ്ങളെ. അതിനാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ചെലവ് ചെയ്യേണ്ട മേഖലയാണ് കുടുംബം. ഓരോരുത്തരും ഓരോ വർഷം ഇങ്ങനെ അധികം വരുമ്പോ നമ്മുടെ മുഖത്ത് ദുഃഖമുണ്ടാകരുത്, കയ്പ് നീരുണ്ടാകരുത്. സന്താനങ്ങൾ, പേരക്കുട്ടികൾ അധികരിച്ച് വരുമ്പോൾ വിഷമം തോന്നരുത്. വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ്. അല്ലാഹു പറയുന്നു, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ സന്താനങ്ങളെ ദാരിദ്ര്യം ഭയന്നതിന് വേണ്ടി കൊന്നുകളയരുത്. വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ്. ഭാവിയിൽ വരാനുള്ള ദാരിദ്ര്യം ചിന്തിച്ചുകൊണ്ട്. ഈ ആയത്തിന് പറഞ്ഞ തഫ്സീറിൽ അങ്ങനെയാണ്, ദാരിദ്ര്യം ഭാവിയിൽ വരുമെന്ന് പേടിച്ച് ഇപ്പോഴേക്ക് കൊല്ലരുത്. ഇപ്പോൾ വന്ന ദാരിദ്ര്യത്തിന് കൊല്ലരുത്. അത് സൂറത്തുൽ അൻആമിലുണ്ട്. വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ്. ഇപ്പോൾ പിടിപെട്ട ദാരിദ്ര്യത്തിന് വേണ്ടി മക്കളെ ബലിയെറുക്കരുത്, കൊന്നുകളയരുത്. നഹ്നു നർസുഖുഹും വ ഇയ്യാകും.
ഭാവിയിലുള്ള ദാരിദ്ര്യം വിചാരിച്ച് നിങ്ങൾ കൊല്ലരുത്. അവർക്ക് നാം റിസ്ക് നൽകും, നിങ്ങൾക്കും നൽകും. ഭാവിയിലേക്ക് അവരെത്തണമല്ലോ. അതുകൊണ്ടാ അവിടെ നഹ്നു ഇവിടെ നഹ്നു നർസുഖുഹും വ ഇയ്യാക്കും എന്ന് പറഞ്ഞത്. സൂറത്തുൽ അൻആമിൽ പറഞ്ഞത് ചെറിയൊരു മാറ്റമുണ്ട്. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ട് കിടക്കുന്ന ദാരിദ്ര്യത്തിന് വേണ്ടിയാ കൊല്ലുന്നത്. അവിടെ അള്ളാഹു പറഞ്ഞു നഹ്നു നർസുഖുക്കും വ ഇയ്യാഹും. ചെറിയൊരു മാറ്റം. നിങ്ങൾക്കും അവർക്കും നമ്മളാ റിസ്ക് നൽകുന്നത്. ജീവിതോപാധി നമ്മൾ നൽകും, നിങ്ങൾ പേടിക്കേണ്ടതില്ല. നല്ല തവക്കുല് നിങ്ങൾക്ക് വേണം. കുട്ടി ജനിച്ചു, ഒന്നാമതായി നല്ല പെൺകുട്ടി. എല്ലാവരും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോ മൂപ്പരും പതുക്കെ പറഞ്ഞു അൽഹംദുലില്ലാ. രണ്ടാമതും ഒരു കുട്ടി ജനിച്ചു, അതും പെൺകുട്ടി തന്നെ. എല്ലാവരും അൽഹംദുലില്ലാ പറഞ്ഞു. അൽഹംദുലില്ലാ പറയണോ? രണ്ടാമത്തും പെൺകുട്ടി. എന്താ മടി? ആ ഉറക്കെ പറയണം, നല്ല സന്തോഷത്തോടെ പറയണം അൽഹംദുലില്ലാ. അത് പറയാനുള്ള ആ ടൈമിലാണ് മനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വരണം. എന്താ കണക്ക് കൂട്ടുന്നത്? കുറച്ച് കാലം കഴിഞ്ഞിട്ടുള്ളതല്ലേ. നഹ്നു നർസുഖുഹും വ ഇയ്യാക്കും. കുറച്ച് കാലം കഴിഞ്ഞിട്ടുള്ളതല്ലേ, കുറച്ചുകൂടി കഴിഞ്ഞിട്ടുള്ള ചെലവല്ലേ കൂട്ടുന്നത്. നഹ്നു നർസുഖുഹും വ ഇയ്യാക്കും. ആ ടൈമിൽ അവർക്ക് കൊടുക്കാനുള്ള ചെലവ് നമ്മൾ തരും. അല്ലാഹു പറയാണ് നിങ്ങൾക്കും തരും. അപ്പൊ ഭാവി വിചാരിച്ചുകൊണ്ട് ആസൂത്രണം ചെയ്ത് ഇപ്പോൾ തന്നെ ഒരു കുടുംബാസൂത്രണ പദ്ധതി ആവിഷ്കരിക്കരുത്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. അവരെ കൊന്നുകളയുന്നത് മഹാപാതകമാണ്. ചെറിയ തെറ്റാണെന്നല്ല അള്ളാഹു പറഞ്ഞത്. കാന ഖിത്അൻ കബീറാ, അത് വലിയ തെറ്റാണ്. മക്കളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ സഹിക്കാത്തൊരു വിഷയമാണ്. ആ മനുഷ്യന്റെ മനസ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കിയാൽ കുറച്ചുകൂടി കാലം താമസിച്ച ആളെ കൊല്ലും പോലെ അല്ലല്ലോ ഒരു കുഞ്ഞിനെ കൊല്ലുന്നത്. സഹോദരങ്ങളെ, ഒരു ചെറിയ കാരുണ്യമുള്ള, ചെറിയ ഒരു സ്നേഹമുള്ള ആൾക്ക് താങ്ങാൻ കഴിയോ അത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറിയ കുട്ടികൾക്ക് രോഗം വന്നാൽ തങ്ങളെ മുഖത്തത് കാണാമായിരുന്നു. ചെറിയ കുഞ്ഞുങ്ങൾക്ക് രോഗം വന്നാൽ തങ്ങളെ മുഖത്തതിന്റെ വിഷമം കാണും. അങ്ങനെ ഒരു അവസരത്തിലാണ് സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ മകളുടെ കുട്ടി സക്രാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോ മകള് ആളെ പറഞ്ഞേച്ചു, തങ്ങൾ വരണമെന്ന്, ഉപ്പ വരണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരക്കിട്ട ചർച്ചയിലാണ്. തങ്ങൾ പറഞ്ഞു മകളോട് ക്ഷമിക്കാൻ പറയണം. അള്ളാഹു ഓരോന്നിനും ഓരോ കാലാവധി തീരുമാനിച്ചിട്ടുണ്ട്, നല്ലോണം ക്ഷമിക്കാൻ പറയണം. രണ്ടാമതും മകള് സത്യം ചെയ്ത് പറഞ്ഞേച്ചു, വന്നേ പറ്റൂ. അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ തങ്ങള് വേഗം എണീറ്റ് പോയി. കൂടെ കുറെ സഹാബത്തുണ്ട്. കുട്ടിയുടെ അവസ്ഥ ഇങ്ങനെയാണ്. ആ റൂമിലേക്ക് കടന്ന് ആ കട്ടിലിൽ കിടക്കുന്ന കുട്ടിയെടുത്ത് നേരെ മടിയിൽ വെച്ചു. രംഗം കണ്ടപ്പോൾ ഫഫാലത്ത് ഐനാ, കണ്ണ് നിറഞ്ഞൊഴുകി. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ എന്താണിത്? ഞങ്ങളോടൊക്കെ ക്ഷമിക്കണമെന്നും സങ്കടങ്ങളൊക്കെ ഒതുക്കി വെക്കണമെന്നും നല്ല ധൈര്യവും സ്ഥാപിക്കണമെന്നും പഠിപ്പിക്കുന്ന അങ്ങ് ഇങ്ങനെ കണ്ണീർ പൊഴിക്കുന്നത് എന്താണ്? തങ്ങൾ പറഞ്ഞു, ഹാദിഹി റഹ്മ ജഅലഹല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി. ഇതങ്ങനെ ഒരു വിഷമത്തിന്റെ കണ്ണീരാണെന്ന് കരുതരുത്. ഇതൊരു സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ കണ്ണീരാണ്. ഇത് വാത്സല്യവും സ്നേഹവും കൽബിലുണ്ടോ അറിയാതെ വരുന്ന ഒന്നാണ്. ഇത് നിയന്ത്രിക്കാനും പിടിച്ചുകെട്ടാനും കഴിയില്ല. ഇത് മനുഷ്യ മനസ്സിന് സ്നേഹമുണ്ടോ അവരൊക്കെ കൽബിൽ നിന്ന് ആ സ്നേഹം പുറത്തേക്ക് ഇങ്ങനെ നിർഗളിക്കും. കണ്ണീരായി ഇങ്ങനെ പുറത്തേക്ക് വന്നൊഴുകിക്കൊണ്ടിരിക്കും. ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റഹമാ. കാരുണ്യമുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം കരുണ നൽകും, പ്രത്യേകം അവർക്ക് അല്ലാഹു സ്നേഹം നൽകും. ആ ഒരു സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കണ്ണീർ. കുട്ടികൾക്ക് അസുഖമായാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നിസ്കാരങ്ങൾക്ക് ശേഷം ഒക്കെ വന്നു നോക്കും. പേരക്കുട്ടികൾക്ക് അസുഖം ബാധിച്ചപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഓരോ നിസ്കാരവും കഴിഞ്ഞ് തങ്ങൾ വീട്ടിൽ വരും. വല്ലാത്ത അവിടുത്തെ സ്നേഹം, വാത്സല്യം. സുബഹി നിസ്കാരം കഴിഞ്ഞ്
കുറച്ചു നേരം സ്വഹാബത്തിനോടൊക്കെ ഇൽമു പറഞ്ഞു കൊടുത്ത് കാര്യങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. എന്നിട്ട് അവരൊക്കെ ഒന്ന് നോക്കി ഒന്ന് എടുത്ത് തങ്ങളൊന്ന് ആശ്വസിപ്പിച്ച് തിരിച്ചുപോയി. ളുഹർ കഴിഞ്ഞതാ പിന്നെയും വരുന്നു, അസ്ർ കഴിഞ്ഞതാ പിന്നെയും വരുന്നു. കാരണം അത് വല്ലാത്ത ഒരു സ്നേഹമാണ്, വാത്സല്യാണ്. മക്കള്, പേരക്കുട്ടികള് അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമല്ലേ. അനുഗ്രഹങ്ങളിൽ അള്ളാഹു എണ്ണി പറഞ്ഞതാണ്. ആ അനുഗ്രഹങ്ങൾക്ക് ചെയ്യുന്ന നന്ദികേടാണ് അവരെ കൊന്നുകളയുക എന്നുള്ളത്. വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദാ, നിങ്ങൾക്ക് നിങ്ങളെ ഇണകളിൽ നിന്ന് മക്കളെയും പേരമക്കളെയും അള്ളാഹു നൽകിയില്ലേ? സൂറത്തുൻ നഹ്ലിലൂടെ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അത് വലിയ അനുഗ്രഹമല്ലേ? ആ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി കാണിക്കണ്ടേ? മക്കളെ കൊല്ലാൻ പാടില്ല, പേരമക്കളെ കൊല്ലാൻ പാടില്ല. ഖശിയത ഇംലാഖ്, ഭാവിയിലുള്ള ദാരിദ്ര്യം ഭയന്ന് ഇപ്പോൾ കൊല്ലരുത്. അവർക്ക് നിങ്ങൾ അന്നില്ല, അവരാണുള്ളതെങ്കിൽ നഹ്നു നർസുഖുഹും, അവർക്ക് നമ്മൾ നൽകും, നിങ്ങൾക്കും നൽകും. രണ്ടാമതാണ് ഇവിടെ പറഞ്ഞത്. അതേ സമയത്ത് സൂറത്തുൽ അൻആമിൽ പറഞ്ഞത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദാരിദ്ര്യത്തിന്റെ പേരിലാണോ കൈമാറുന്നത്? വിഷമം വേണ്ട, നഹ്നു നർസുഖുക്കും വഇയ്യാഹും, നിങ്ങളല്ലേ, നിങ്ങൾക്കല്ലേ ഇപ്പൊ വിഷമം. കുട്ടികളെ വിഷമാലോചിച്ചല്ലോ, നിങ്ങൾക്കും നാം ജീവിതോപാധി തരും. വഇയ്യാഹും, അവർക്കും നാം നൽകും. കുട്ടികളെ കൊല്ലരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, അയ്യു ദംബി അഅലം, ഏറ്റവും വലിയ പാപം എന്താണ്, ഏതാണ്? തങ്ങൾ പറഞ്ഞു, അൻത ജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, അല്ലാഹു തആലാക്ക് നീ ഒരു പകരക്കാരനെ സ്വീകരിക്കുക, തുല്യമായ ഒന്നിനെ അള്ളാഹുവിന് വേണ്ടി നീ സൃഷ്ടിക്കുക, നീ വെച്ചു പുലർത്തുക. വഹുവ ഖലഖക്, അള്ളാഹുവിന് തുല്യതയില്ല, അവനാണ് നിന്നെ സൃഷ്ടിച്ചത്. നിന്നെ സൃഷ്ടിച്ച റബ്ബിന് ഒരു തുല്യമായ ഒരാളെ വെക്കാനോ ഒരു വസ്തുവിനെ സ്ഥാപിക്കാനോ കഴിയുന്ന കാര്യമല്ല. പക്ഷേ എന്നിട്ടും അങ്ങനെ ഒന്നുണ്ടാക്കുക മഹാപാപമാണ്. പിന്നെ ഏതാണ്? അന്തഖ്തുല വലദക ഖശിയത അയ്യത്വമ മഅക്, ഇതൊക്കെ ഉണ്ടായാൽ തീറ്റിപ്പോറ്റണ്ടേ എന്ന് കരുതിയിട്ട്, കൂടെ ഭക്ഷണം കൊടുക്കണ്ടേ എന്ന് കരുതിയിട്ട്, പേടിച്ചിട്ട് നിന്റെ കുട്ടിയെ, നിന്റെ മക്കളെ കൊന്നുകളയലാണ്. കുട്ടികളെ കൊന്നുക ചെറിയ ദോഷമല്ല, വലിയ ദോഷമാണ്, സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്. അവരെ നന്നായി വളർത്തുകയാണ്, വളർത്തി വലുതാക്കി ഒരു സ്ഥായിയായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ഇവിടെയുള്ള ആ ഒരു കഷ്ടപ്പാടിന്, അധ്വാനത്തിന് സ്വർഗലോകത്ത് വലിയ സന്തോഷം നൽകുന്നുണ്ട്, ആഖിറത്തിൽ വലിയ സന്തോഷം നൽകുന്നുണ്ട്. സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുറാഖ, നിങ്ങൾക്ക് ഞാൻ വലിയ ഒരു സ്വതക്ക തരട്ടെ, വലിയ ഒരു ധർമ്മം നിങ്ങൾക്ക് തരട്ടെ. സുറാഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്. സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വലിയ ധർമ്മം എന്താണ്? തങ്ങൾ പറഞ്ഞു, ഇന്ന ബിനതക മർദൂദതുൻ ഇലൈക്, നിങ്ങളെ മകൾ, നിങ്ങൾ കെട്ടിച്ചയച്ച മകളില്ലേ, ആ മകള് നിങ്ങളിലേക്ക് തിരിച്ചു വരും. ലൈസ ലഹാ കാസിബുൻ ഗൈറുക, ആ മകൾക്ക് നിങ്ങളല്ലാതെ മറ്റൊരു സമ്പാദ്യമില്ല. വേണ്ടത് മുഴുവനും ആ മകൾക്ക് നിങ്ങൾ കൊടുക്കണം, എല്ലാ ചെലവും നിങ്ങൾ നടത്തണം. അള്ളാഹു നിങ്ങൾക്ക് തരുന്ന വലിയൊരു സ്വതക്കയാണത്. ഒരു വിഷമവും കരുതരുത് സഹോദരങ്ങളെ. അങ്ങനെയും സാഹചര്യങ്ങൾ വന്നേക്കും. പക്ഷേ ആ കുട്ടിയെ കാണുമ്പോൾ മുഖത്തൊരു വിഷമത്തിന്റെ ഭാവമുണ്ടാകരുത്. പെൺകുഞ്ഞാണെന്ന് ജനിച്ചെന്ന് കണ്ടാൽ അൽഹംദുലില്ലാ സന്തോഷം പറഞ്ഞ് ബർക്കത്തിന് വേണ്ടി നന്നായി ദുആ ചെയ്യണം. ഇപ്പോഴും നമ്മുടെ മുഖങ്ങളിലോ സംസാരങ്ങളിലോ പഴയ കാലത്തെ ഭാഷ വരരുത്. വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ളല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ കലീം. ജാഹിലിയത്തിൽ പെൺകുഞ്ഞ് ജനിച്ചു എന്നൊരു സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ ളല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ കലീം, ദുഃഖിതനായി കോപിതനായി അവന്റെ മുഖം കറുത്തിരുണ്ടുപോകും. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബി, അന്നത്തെ കാലത്ത് ആ ഉപ്പ ഒളിഞ്ഞു താമസിക്കും. ഈ സന്തോഷം കിട്ടിയതിന്റെ വിഷമം കാരണം ഒളിഞ്ഞ് താമസിക്കും.
ആ താമസിക്കുമ്പോഴേക്ക് ആ മനുഷ്യന്റെ മനസ്സിലൊരു ചിന്ത, അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ്, മാനക്കേടൊക്കെ സഹിച്ചതിനെ വീട്ടിൽ എന്നെ വെച്ചു പുലർത്തണോ, അതല്ല അം യദുസ്സുഹു ഫിത്തുറാബ്, ഏതെങ്കിലും ഒരു കുഴിയിലാക്കി മണ്ണിലാക്കി കുഴിച്ചു മൂടണോ എന്ന ചിന്തയായിട്ട് അയാൾ അങ്ങനെ നടക്കും. മാനക്കേട് മാനക്കേടുന്ന കൊന്നുകളയുകയാണ് അന്നത്തെ കാലത്തൊക്കെ. ആ ദുഷിച്ച പ്രവൃത്തി അവസാനിപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾക്ക് നൽകേണ്ട സ്നേഹം ബഹുമാനം അത് തങ്ങളങ്ങോട്ട് നേർക്ക് നേരെ കാണിച്ചു കൊടുത്തു, എല്ലാ വശങ്ങളും കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണല്ലോ അന്നത്തെ കാലത്തൊക്കെ കുട്ടികളുണ്ടെങ്കിലും ആ കുട്ടികൾക്ക് കിട്ടിയിരുന്ന സ്നേഹം കുറവായിരുന്നു. അഖ്റബിന് ഹാബിസ് റളിയല്ലാഹു അൻഹു തങ്ങളെ കാണാൻ വേണ്ടി വരുമ്പോൾ 2 കാലിലുണ്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കയറിയിരിക്കുക. 2 കാലിലുണ്ട്. കുട്ടികളാവുമ്പോൾ അങ്ങനല്ലേ, അവർ കയറിയിരിക്കുകയാണ്. അപ്പൊ 2 കുട്ടികളെയും തങ്ങൾ ഇങ്ങനെ അണച്ചുകൂട്ടി, നല്ലോണം സന്തോഷത്തോടെ അണച്ചുകൂട്ടി ഉമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ നോക്കി അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. എന്താ പാടാ കുട്ടികളെ അണച്ചുകൂട്ടിയിട്ട് ഉമ്മ വെച്ചു കൊടുക്കേ. കുട്ടികളന്ന് കുറവൊന്നുമില്ല. അഖ്റബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലി അശ്റതം മിനൽ വലദ്, എനിക്ക് 10 മക്കളുണ്ട്, ഇതുവരെ ഞാൻ ഒരാൾക്കും ഉമ്മ വെച്ചിട്ടില്ല. അന്നത്തെ സ്നേഹവാത്സല്യത്തിന്റെ കുറവാണ്. 10 മക്കളുണ്ട്, ഒരാൾക്കും ഞാൻ തഖ്ബീൽ ചുംബനം നൽകിയിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി വളരെ ചെറിയ വാക്കാണെങ്കിലും വിശാലാർത്ഥത്തിൽ വായിക്കണം. മല്ലാ യർഹം ലാ യുർഹം. സ്നേഹം നൽകുന്നില്ലെങ്കിൽ തിരിച്ചു കിട്ടൂല. സ്നേഹം നൽകേണ്ടിടത്ത്, ബഹുമാനം നൽകേണ്ടിടത്ത്, കാരുണ്യം കൊടുക്കേണ്ടിടത്ത്, വാത്സല്യം കൊടുക്കേണ്ടിടത്ത് കൊടുക്കണം, നൽകണം. എന്നാൽ തിരിച്ച് അങ്ങനെ ഒരു സന്തോഷം അനുഭവിക്കാനൊരു അവസരം വരും. അപ്പൊ അൽഹംദുലില്ലാഹ് വല്ലാത്ത സന്തോഷമായിരിക്കും. അതുകൊണ്ടാണല്ലോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പേരക്കുട്ടികളാണെങ്കിലും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അങ്ങനെ വന്ന് പള്ളിയിലേക്ക് മിമ്പറിലേക്ക് ഇങ്ങനെ വന്ന് കയറുമ്പോ വഴുതി വീണുപോയി. ഒരു ദിവസം അവർ മുന്നിലേക്ക് ഇങ്ങനെ വരുമ്പോ തങ്ങൾ വേഗം മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കുട്ടികളെ കൈ രണ്ടും പിടിച്ച് അങ്ങനെ കൊണ്ടുവന്നിരുത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നെങ്കിലും ഈ മക്കൾ വരുമ്പോ എന്റെ ശ്രദ്ധ അങ്ങോട്ടായി മാറി. അവരോടുള്ളൊരു ബഹുമാനാണ്. നോക്കിയാൽ കാണുന്നിടത്താണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ നോക്കിയാൽ കാണുന്നിടത്ത് എന്തെങ്കിലും കുട്ടികളെ കരച്ചിൽ കേട്ടാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങും. നമ്മൾ കുട്ടികളെ കുറെ കരഞ്ഞാലും പറയും, കുട്ടികളൊക്കെ ആകുമ്പോൾ കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടോ, കരഞ്ഞോട്ടെ, പ്രശ്നമൊക്കെ ഉണ്ടാവും. കരച്ചിലൊക്കെ ഉണ്ടാവും, സ്വാഭാവികല്ലേ, കുറച്ചു നേരമൊക്കെ കരഞ്ഞോട്ടെ. ആശ്വസിപ്പിക്കുന്നതിൽ ഒട്ടും കുറവ് വരാൻ പാടില്ല. നല്ലോണം ആശ്വസിപ്പിക്കണം. തൊട്ടിലിൽ കിടന്ന് കരയുന്ന കുട്ടിയെ കണ്ടിട്ട് ഉമ്മമാരെ, സഹോദരിമാരെ, നോക്കാതെ ശ്രദ്ധിക്കാതെ ഒരു ഭാഗത്ത് കസേരയിലോ മറ്റോ ഇരിക്കുന്നുവെങ്കിൽ റഹ്മത്തിന്റെ അംശം അത്ര കണ്ട് നമ്മുടെ ഖൽബിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട് എന്ന് ചിന്തിക്കണം, മനസ്സിലാക്കണം. ചില റിപ്പോർട്ടുകളിലൊക്കെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെ ഖൽബിൽ നിന്ന് കാരുണ്യം, സ്നേഹം എന്നത് അള്ളാഹു എടുത്തു മാറ്റി എന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് വല്ലാത്തൊരു ചോദ്യമാണ്. ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മറുപടിയിൽ നിങ്ങളെ ഖൽബിൽ നിന്ന് റഹ്മത്ത്, സ്നേഹം, അതുപോലെ തന്നെ സ്നേഹവായ്പ്, കാരുണ്യം, താലോലിക്കൽ എന്ന് പറയുന്ന ഒരു മഹാസംഗതി അള്ളാഹു എടുത്തു മാറ്റി, ഊരിക്കളഞ്ഞു എന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. അതവിടെ കരഞ്ഞോട്ടെ, നീ അടുക്കളപ്പണി എടുത്തോ. ആര്? ഉപ്പ. പിന്നെ ആരായി കുട്ടിയെ നോക്കാൻ? ഉമ്മ അടുക്കളയിൽ, ഉപ്പ പത്രവായനയിൽ. ഈ കുട്ടിയാരും നോക്കും. വലിയ പ്രധാനപ്പെട്ട വിഷയം, ആ കുട്ടിയെ സംരക്ഷിക്കണം, നോക്കണം, നന്നായി നോക്കേണ്ടതുണ്ട്. നിസ്കാരത്തിൽ ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തോളിൽ കയറിയപ്പോൾ ആ ഹസൻ റളിയല്ലാഹു അൻഹു ചുമക്കാൻ കഴിയാത്തത് കൊണ്ടല്ല തങ്ങൾ തല ഉയർത്താതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുറച്ചു നേരം ഹസൻ റളിയല്ലാഹു അൻഹു അവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു. ആ കളിയൊക്കെ ഒന്ന് കഴിഞ്ഞ് ഇരിപ്പുറപ്പിച്ചപ്പോ എനിക്ക് എണീക്കാൻ സുഖമായി.
പെട്ടെന്ന് ഞാൻ നീട്ടില്ല. ആ കുട്ടി കുറച്ചു നേരം അവിടെ കളിയിലായിരുന്നു. രണ്ട് വിഷയവും തങ്ങളവിടെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ലെവലാക്കി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഒന്ന് ഖാലിഖായ റബ്ബിനോടുള്ള ഹക്ക്, അത് സുജൂദിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. മറ്റൊന്ന് മഖ്ലൂഖിനോടുള്ള ഹക്ക്, ഈ കുട്ടിയോട് തങ്ങൾ നിർവഹിക്കേണ്ട കടപ്പാട്, രണ്ടും കൂടി ഒരുമിച്ച് തങ്ങൾ അവിടെ നിയന്ത്രിച്ചിട്ടുണ്ട്, മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. രണ്ടിലും കുറവ് വരുത്തിയിട്ടില്ല, ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല. ആ കുട്ടികളെ ഒരിക്കലും സഹോദരങ്ങളെ, പെൺകുട്ടി എന്ന അർത്ഥത്തിൽ ഒരു കുട്ടിയോടും ജാഹിലിയത്തിന്റെ ഒരു ഭാഷ നമ്മിൽ നിന്ന് വരരുത്. നീയൊക്കെ ഉണ്ടായിട്ട് എനിക്കിനി എത്രമാത്രം ചെലവാണ് എന്ന് പറയും ചിലര്. അങ്ങനെ പറയരുത്. ആ കുട്ടി ചിന്തിച്ചു പോകും, പടച്ചോനെ ഞാൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ ബാപ്പക്ക് നല്ല സുഖമായിരുന്നു, ഉമ്മാക്ക് അതിലേറെ സന്തോഷായിരുന്നു. അങ്ങനെ പറയാൻ പാടില്ല. പെൺകുട്ടിയോട് ഏറ്റവും കൂടുതൽ മൈൻഡും പവറും നൽകേണ്ടത് അവരോടാണ്. അവരുടെ വിഷയത്തിൽ സഹിക്കുന്ന ത്യാഗങ്ങൾക്ക്, പരീക്ഷണങ്ങൾക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെറിയ സന്തോഷങ്ങളല്ല നൽകിയത്, വലിയ സന്തോഷങ്ങൾ നൽകിയിട്ടുണ്ട്. പഴയകാലത്തെ ജാഹിലിയ കാലഘട്ടത്തിൽ കുട്ടികളെ കൊന്നു കുഴിച്ചു മൂടുന്നൊരു സ്വഭാവം നിരന്തരമായി നടന്നിരുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഖദ് ഖസിറല്ലദീന ഖതലൂ ഔലാദഹും. നമ്മളെ വകർ കൊലപാതകം സജീവമായി നടക്കുന്നുണ്ട് കേട്ടോ, ഞാൻ അതിലേക്ക് വരാം. ഖദ് ഖസിറല്ലദീന ഖതലൂ ഔലാദഹും. മക്കളെ കൊല്ലാകൊല നടത്തിയവർ, കൊന്നുകളഞ്ഞവർ പരാജയപ്പെട്ടു. സഫഹം ബിഗൈരിൽ സഫഹം, അവരാ ചെയ്തത് മൗഢ്യമായ രീതിയിലാണ്, മൂഢമായ രീതിയിലാണ് അവരാ ചെയ്തത്. ബിഗൈരി ഇൽമിൻ, യാതൊരു അറിവും ഇല്ലാതെ. വഹറമൂ മാ റസഖഹുമുല്ലാഹ്, അല്ലാഹു അവർക്ക് നൽകിയത് അവർ നിഷിദ്ധമാക്കി. റബ്ബ് തആല സുഖത്തിന്, സന്തോഷത്തിന് നൽകിയത് അവർ നിഷിദ്ധമാക്കി തടഞ്ഞു. ഇഫ്തിറാഅൻ അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ വ്യാജമായി നിർമ്മിച്ചുകൊണ്ടാണ് അവർ ഈ പണി ചെയ്തത്. വെറുതെ ചെയ്തതല്ല. അവർക്ക് ഇതിന്റെ പിന്നിൽ അള്ളാഹിന്റെ മേൽ ഒരു പൊള്ളവർ പറയുന്നുണ്ട്, കളവ് അവർ പറയുന്നുണ്ട്. ഖദ് ളല്ലൂ വമാ കാനൂ മുഹ്തദീൻ, അവർ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയി. വമാ കാനൂ മുഹ്തദീൻ, അവർ നല്ല വഴിയിലേക്ക് ചേർന്നവരല്ല, ഒത്തുകൂടിയവരല്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ വിഷയത്തിൽ അള്ളാഹു നൽകിയ സന്തോഷങ്ങളെ തകർത്ത് കളഞ്ഞതിൽ റബ്ബ് സുബ്ഹാനഹു വ തആല 7 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തി പറയുന്നത്. ഒന്നാമതായി പരാജയം. മക്കളെ കൊല്ലുന്നവർക്ക് പരാജയമാണ്. ഖദ് ഖസിറല്ലദീന ഖതലൂ ഔലാദഹും, കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നവർ പരാജയപ്പെട്ടിരിക്കുന്നു. പരാജയം എന്ന് പറയാൻ കാരണം റബ്ബ് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണത്. ആ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് സ്വീകരിക്കാതെ തകർത്ത് തരിപ്പണമാക്കി കളയുമ്പോ വലിയ പരാജയമാണ് അവൻ ഏറ്റുവാങ്ങുന്നത്. ദുനിയാവിലും അവൻ ആ പരാജയമുണ്ട്, ആഖിറത്തിലും ആ പരാജയമുണ്ട്. ദുനിയാവിലെ പരാജയം വായിക്കുന്നില്ലേ? എത്ര ആള് വായിക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്? നാം 2 നമുക്കൊന്ന് എന്നുള്ള സിദ്ധാന്തക്കാരും നാം 2 നമുക്ക് 2 എന്നുള്ള സിദ്ധാന്തക്കാരും തിരുത്താൻ തുടങ്ങി. ഏതെല്ലാം മതവിഭാഗങ്ങളാ ഓഫറുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്? ചെറിയ ഓഫറൊന്നല്ല, പഠന ചെലവടക്കം. നഹ്നു നർസുഖുഹും വഇയ്യാക്കും എന്ന് പറഞ്ഞില്ലേ, പഠന ചെലവടക്കം ഓഫർ ചെയ്തു. 4 ആളാണെങ്കിൽ ഇത്ര ഉണ്ട്, 5 ആളാണെങ്കിൽ ഇത്ര ഉണ്ട്. 2 ആൾ മതി എന്ന അർത്ഥത്തിൽ ജീവിച്ചിരുന്നു. ഒരു 2 വർഷം മുമ്പ് വലിയ സമ്പന്ന വിഭാഗത്തിൽപ്പെട്ട ഭാര്യയും ഭർത്താവും, 2 മക്കളും പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പ് തന്നെ 2 ആക്സിഡന്റുകൾ മരണപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, സിദ്ധാന്തം മാറ്റണം. ഇനി മാറ്റാണെങ്കിൽ അവരിൽ യാതൊരു വഴിയുമില്ല, ദത്തെടുക്കില്ലാതെ വേറെ മാർഗമില്ല. കാരണം മാർഗങ്ങളൊക്കെ അവർ സ്വമേധയെ അടച്ചു. കണ്ടില്ലേ, ചൈനക്കാരവിടുത്തെ നയം മാറ്റാൻ തുടങ്ങിയല്ലോ. ചൈനയിൽ കാര്യഗൗരവമുള്ള പണികൾക്കൊക്കെ നല്ല ചെറുപ്പക്കാരെ വേണ്ടെടുത്ത് കാണുന്നത് മുഴുവനും പ്രായാധിക്യമുള്ള ആളുകളെയാണ്. തീരുമാനങ്ങളൊക്കെ അവർ തിരുത്താണ്. മനുഷ്യകുലം വർദ്ധിക്കുന്നതിൽ ആരും ആശങ്കപ്പെടേണ്ടതില്ല.
മനുഷ്യരെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥരോ ഒരു സർക്കാരോ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ മനുഷ്യർക്കും റിസ്ക് നൽകുന്നത്. എല്ലാവർക്കും റിസ്ക് നൽകുന്നത് അല്ലാഹു തആലയാണ്. ആ റബ്ബു തആല ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് സംവിധാനിക്കാൻ എത്ര ആളുകൾ ഉദ്ദേശിക്കുന്നുണ്ടോ മനുഷ്യരതിന് കത്തിവെക്കേണ്ട ആവശ്യമില്ല, നിയമനിർമ്മാണം നടത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പരാജയമാണ് ഉണ്ടായിത്തീരുന്നത്. അനുഭവിക്കാൻ സുഖങ്ങൾ അല്ലാഹു നൽകിയില്ല. വല്ലാത്ത കഷ്ടപ്പാടാണ് അവർക്കുണ്ടാകുന്നത്. കാരണം ഇവിടെ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞാൽ ജനങ്ങൾ പറയും മക്കളെ കൊന്നോനാണ്, കുട്ടികളെ കൊന്നവനാണ് അവൻ. അല്ലാഹു ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളെ നൽകിയിട്ടുണ്ട്. ദുനിയാവിലെ ഏറ്റവും വലിയ പരാജയമാണ് ശാപവാക്ക്, ആക്ഷേപത്തിന്റെ വാക്ക് ജനങ്ങളിൽ നിന്ന് കേൾക്കുക. വല്ലാത്ത പരാജയമാണ്. ആഖിറത്തിലാണെങ്കിലോ അതിന് കടുത്ത ശിക്ഷയും ഉണ്ട്. രണ്ട് ലോകത്തും പരാജയമാണ്. രണ്ടാമത് അല്ലാഹു പറഞ്ഞത് സഫഹൻ, അവരാ ചെയ്യുന്നത് വല്ലാത്തൊരു മൂഢത്തരമാണ്, വല്ലാത്ത മൂഢത്തരമാണ്. കാരണം ഭാവിയിൽ വരാനിരിക്കുന്ന ദാരിദ്ര്യം ഭയന്നിട്ടാണ് ഇങ്ങനെ കൊല്ലുന്നതെങ്കിൽ, ദാരിദ്ര്യം ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ കൊലപാതകം അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ബുദ്ധിമുട്ട് തടുക്കാനല്ലേ മറ്റൊന്ന് ചെയ്യുന്നത്. പക്ഷേ രണ്ടാമത് അവർ ചെയ്യുന്ന ദാരിദ്ര്യം എന്ന ബുദ്ധിമുട്ട് തടുക്കാൻ വേണ്ടി ചെയ്യുന്നത് സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്, വല്ലാത്ത ഇടങ്ങേറാണ്. അതുകൊണ്ട് ചെറിയ വിഷയങ്ങളല്ല ഉണ്ടായിത്തീരുന്നത്. ഈ കൊലപാതകം നടത്തുന്നത് പെട്ടെന്ന് നടക്കുന്നൊരു വിഷമമാണ്. ദാരിദ്ര്യം എന്നവർ ചിന്തിക്കുന്നത് അവരുടെ ഊഹം മാത്രമാണ്. ഒരു പക്ഷേ ഉണ്ടായില്ലെന്ന് വരാം, സങ്കല്പമാണ്. ഭാവിയിൽ വരാനുള്ള ആലോചന കൊണ്ടല്ലേ ചെയ്യുന്നത്. മറ്റൊന്ന് ഉടനടി നടക്കുന്നു. അവർ സങ്കല്പിക്കുന്ന ദാരിദ്ര്യം ഇപ്പോഴല്ല, 10 വർഷം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് ഒരു പക്ഷെ അങ്ങനെ ഉണ്ടായില്ലെന്ന് വരും. അതുകൊണ്ട് തന്നെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു സഫാഹത്താണ്, ബുദ്ധിയുള്ള ആളുകൾക്ക് പറ്റിയതല്ല. മൂന്നാമത്തത് ബിഗൈരി ഇൽമിൻ, ചെയ്യുന്നത് തനി വിവരക്കേടാണ്. സഫാഹത്ത് എന്ന് പറഞ്ഞതിന്റെ പുറമെ തന്നെ അള്ളാഹു പറഞ്ഞു ബിഗൈരി ഇൽമിൻ, ജഹില്, അജ്ഞത ഏറ്റവും വലിയ മോശത്തരമാണ്. അജ്ഞതയുണ്ടാകരുത് അല്ലേ? ചില ആളുകൾ പറയും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് പെണ്ണുങ്ങൾ ജന്മം നൽകിയാൽ ഭാവിയിൽ വല്ലാത്ത ക്ഷീണാണ്. അങ്ങനെയാണോ? അങ്ങനെയാണോ? അല്ല, നമ്മൾ കണ്ട അനുഭവിച്ച അറിവനുസരിച്ച് അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ കൂട്ടും, ഇങ്ങനെ ഉമ്മാമാന്റെ ഉമ്മ, അപ്പുറത്തെ ഉമ്മ, മൂത്തമ്മ, ഇങ്ങനെ കണക്കൂട്ടും. ആ കണക്കുകളിലൊക്കെ അവർ ജന്മം നൽകിയിട്ട് ഇപ്പോഴും ഏകദേശം ഒരു 90-95% ആളുകളും, ബാക്കിയുള്ളവർ ചെറിയ അസ്വസ്ഥ രോഗം കാരണം മാറുണ്ടാവും, ആളുകളൊക്കെ നല്ല ആരോഗ്യത്തോടെ, ഇപ്പോൾ ഒരു 3-ലോ 4-ലോ മതിയാക്കിയ ആളുകളെക്കാളും ആരോഗ്യത്തോടെ ഇബാദത്തും കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അള്ളാഹു അവരെ ശരീരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ആ രൂപത്തിൽ അങ്ങ് ഉൽപ്പാദിപ്പിച്ചപ്പോൾ അവരെ ശരീരത്തിന് അല്ലാഹു തആല ഓജസ്സും തേജസ്സും കൂട്ടിക്കൊടുത്തിരിക്കുകയാണ്, കുറഞ്ഞിരിക്കല്ല. അങ്ങനെ ഒരു സങ്കല്പം വെച്ചും ആളുകൾ മാറാറുണ്ട്. മറ്റൊന്ന് അല്ലാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കി, അല്ലാഹ് ഹലാലാക്കിയത് ഹറാമാക്കി. അതും ഏറ്റവും വലിയൊരു വിഷമം തന്നെയാണ്. വഹറമൂ മാ റസഖഹുമുല്ലാഹ്, അല്ലാഹു ഹലാലാക്കി നൽകിയതാണ് ഈ സന്താനങ്ങൾ, അതിനെ നിഷിദ്ധമാക്കി വേണ്ടാന്ന് വെച്ചു. അഞ്ചാമത്തത് അള്ളാഹുവിന്റെ മേലൊരു കളവ് നിർമ്മിച്ചുണ്ടാക്കി. അതെന്താ അവർ നിർമ്മിച്ചുണ്ടാക്കിയെന്നറിയോ? അതിന്റെ പിന്നിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മക്കളെ കൊല്ലുന്നതിന്റെ പിന്നിൽ മക്കാർ ചില ആളുകൾ പറയുന്നൊരു ഭാഷ ഉണ്ട്. ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്ത് സ്വീകരിച്ചു പോരാണ്. അവർ നുണ കേൾക്കണം. ആ ഇബ്രാഹിം നബിന്റെ മില്ലത്തിൽ ജീവിച്ച ആളാണ് അബ്ദുൽ മുത്തലിബ്. അതവർ പറയും അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് മകനെ ഇറക്കാൻ നേർച്ചയാക്കിയില്ലേ, ആ താവഴിയിലാണ് ഞങ്ങൾ കൊല്ലുന്നത്. പക്ഷേ ഖുർആൻ പറയുന്നുണ്ട് ഇവരോട് കൊല്ലാൻ പറഞ്ഞത് അബ്ദുൽ മുത്തലിബ് ആരുമല്ല. വകദാലിക സയ്യന ലികസീരിൻ മിനൽ മുശ്രികീന ഖത്ല ഔലാദിഹിം ശുറകാഉഹും, അവരെ ശൈത്താന്മാരാണ് അവരെ മക്കളെ കൊല്ലാൻ അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുത്തത്. ശൈത്താന്മാരെ പോലെ സ്ഥാനത്തിരിക്കുന്ന നേതാക്കളാണ്.
കഴിഞ്ഞ വർഷങ്ങൾ വായിച്ചത് ഓർമ്മണ്ട, കച്ചവടത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒരു കുട്ടിയെ ബലിയെറുത്തത്. അത് ചെറിയ കുട്ടിയൊന്നല്ല, ഒരു 10-11 വയസ്സായ മകളെ ഒരാൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ കച്ചവടം പുരോഗതിപ്പെടണമെങ്കിൽ അതിനെ അറക്കണം. അതിനെ അർത്തു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അർത്ഥത്തിന് ബലിയെറുത്തു. അവിടെ ഒരു പുണ്യകർമ്മമായിട്ടാണ് പിന്നെ ആ വാർത്ത വന്നത്. ഒരു പുണ്യകർമ്മം ചെയ്താണ്. സ്വന്തം മക്കളെ അർത്തിട്ട് എന്ത് പുണ്യകർമ്മ? അത് ഇവര് പറയുന്ന ഭാഷ എങ്ങനെയാണ്? അബ്ദുൽ മുത്തലിബ് അന്ന് അങ്ങനെ നേർച്ചയാക്കിയല്ലോ. എന്താണ് അബ്ദുൽ മുത്തലിബിന്റെ സംഭവം? സംസം കിണർ കുഴിക്കാനുള്ള നിർദ്ദേശം വന്നു അബ്ദുൽ മുത്തലിബിന്. ഒരു തവണയല്ല, 2-3 തവണ വന്നു. അതിന്റെ കറക്റ്റ് സ്ഥലവും അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. സംസം കിണർ മൂടപ്പെട്ടിരുന്നു, തർക്കങ്ങളായിട്ട്. അവകാശം തർക്കം ഉണ്ടാവുമല്ലോ. അപ്പൊ അബ്ദുൽ മുത്തലിബ് ആ സ്ഥലത്ത് കുഴിക്കാൻ വേണ്ടി ശരിക്ക് അടയാളപ്പെടുത്തി, ഞാൻ സംസം കിണർ കുഴിക്കുകയാണെന്ന് പറഞ്ഞു. പലരും അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. പക്ഷെ അബ്ദുൽ മുത്തലിബിന് ഒരു സ്വഭാവമുണ്ട്, ഒരു നന്മയുടെ വിഷയത്തിൽ ഒരു കാല് മുന്നോട്ട് വെച്ചാൽ ഇത് തീർപ്പാക്കിയിട്ട്. അന്ന് കൂടെ അബ്ദുൽ മുത്തലിബിന്റെ കൂടെ കുടിക്കാൻ സഹായിക്കാനുള്ളത് ആകെ മകൻ ഹാരിസ് മാത്രമാണ്, മൂത്ത മകൻ ഹാരിസ്. പലരോട് അബ്ദുൽ മുത്തലിബ് കൂടുന്നുണ്ടോ? കുടിച്ച് ഏകദേശം ഇങ്ങനെ വെള്ളമൊക്കെ കണ്ട് പലരും അതിലേക്ക് വലിച്ചെറിഞ്ഞ സ്വർണ്ണാഭരണങ്ങളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വെച്ചപ്പോൾ പലരും പറഞ്ഞു, ഞങ്ങളുണ്ട്, ഞങ്ങൾ സഹായിച്ചു തരാം, ഇനി എന്താ വേണ്ടത്, ഇനി അതെടുക്കണോ അതെടുക്കണോ? സ്വർണം മറ്റൊക്കെ പുറത്തേക്ക് വെച്ചപ്പോൾ എല്ലാവരും വരാൻ തുടങ്ങി. അത് വരുമല്ലോ, മനുഷ്യന്റെ ആക്രാന്താണത്. ഞങ്ങളുണ്ട്, ഞാൻ എന്താ ചെയ്തിട്ടുണ്ട്? ആൾക്കാർ വരുന്നു. നിങ്ങൾ ആരും ഒന്നും ചെയ്യണം, നിങ്ങൾ പോയിക്കോളി. കുഴിച്ച് കഴിഞ്ഞിട്ട് അബ്ദുൽ മുത്തലിബിനെ അവർ വിട്ടോ. ഒരു തർക്കം കൂടി, നിങ്ങൾ ഒറ്റക്ക് ഇതിന് അധികാരം ഏൽക്കാൻ സമ്മതിക്കൂലെന്ന് പറഞ്ഞു. മക്കയിലെ ആൾക്കാർ അബ്ദുൽ മുത്തലിബ് തർക്കം കൂടി. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഇത് ഞാനും എൻ്റെ മകനും കൂടി കുഴിച്ചതാണ്, വെള്ളം നിങ്ങൾക്ക് എല്ലാവർക്കും തരും, പക്ഷെ ഇതിന്റെ ചുമതലയും അധികാരവും ഒന്നും പറഞ്ഞു വരരുത്. കാരണം അന്ന് നിങ്ങൾ ക്ഷണിച്ചു, ഗോത്രത്തലവന്മാരോട് ഓരോരുത്തരോടും ഞാൻ ചോദിച്ചു, നിങ്ങൾ വന്നില്ല. ഈ തർക്കം പരിഹരിക്കാൻ വേണ്ടി 2 കക്ഷികളും, അബ്ദുൽ മുത്തലിബിന്റെ കൂട്ടരും മറുകക്ഷികളും യമനിലേക്ക് വെച്ചു. യമനിലുള്ള പുരോഹിതന്മാരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ. ചരിത്ര പണ്ഡിതന്മാരൊക്കെ പറയുന്നു, വിശാലമായ ചരിത്രമാണ്. യമനിലേക്ക് അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് അവർ താമസിക്കാനിടയായി. അബ്ദുൽ മുത്തലിബിന്റെ കൂടെയുള്ള സംഘത്തിന്റെ ഒപ്പമുള്ള വെള്ളം തീർന്നു. അവരോട് പറഞ്ഞു, മനുഷ്യന്മാരല്ലേ, കുറച്ച് വെള്ളം തരും കുടിക്കാൻ. തരൂലാർന്നവര്. എന്ത് മനുഷ്യന്മാരാ, യാത്രയില് ഞങ്ങളെ കയ്യിലെ വെള്ളം തീർന്നു, നിങ്ങൾ വെള്ളം തരും കുടിക്കാൻ. അധികാരം വേണമെന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞു വെള്ളം തരൂലെന്നോ. അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഇവിടെ കുഴിക്കണം എന്ന് പറഞ്ഞു. എവിടെ? ഇപ്പൊ എവിടെയാണോ എത്തിപ്പെട്ടത് അവിടെ കുഴിക്കണം എന്ന് പറഞ്ഞു. അവരങ്ങ് കുഴിച്ചു, വെള്ളം കിട്ടി. വെള്ളം ഇങ്ങനെ കണ്ടപ്പോ മറ്റവരൊക്കെ വന്നിങ്ങനെ നോക്കുകയാണ്. ഇവിടെ ഈ മരുഭൂമിയുടെ മരുപ്പറമ്പിൽ വെള്ളമുണ്ടെന്ന് ഒരു ലക്ഷണമില്ലാത്ത ഈ സ്ഥലത്ത് നിങ്ങൾ കുഴിച്ചിട്ട് വെള്ളം കണ്ടില്ലേ? നിങ്ങൾക്ക് തന്നെയാണ് സംസം കിണർ. ചർച്ചക്ക് അങ്ങോട്ട് കൊണ്ട് നേരെ മക്കയിലേക്ക് പോകാം. അള്ളാഹു കൊടുത്തൊരു സബബാണത്. ഇനി പരിഹാരമില്ല, പരിഹാരമായിപ്പോ. കാരണം ഇവിടെ വെള്ളം കുഴിച്ചിട്ട് നിങ്ങൾക്ക് കിണർ കുഴിച്ച് വെള്ളം കിട്ടിയല്ലോ, നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ അധികാരം, തിരിച്ചു പോകാം. അത് അള്ളാഹു നൽകിയ എളുപ്പമാണ്. അപ്പൊ അതിങ്ങനെ കുഴിച്ചു കൊണ്ടിരിക്കുമ്പോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അല്ലാഹു തആല എനിക്ക് 10 മക്കളെ തന്നാൽ, ആൺമക്കളെ തന്നാൽ, അങ്ങനെ അവരൊക്കെ പ്രായപൂർത്തിയും പക്വതയും ഉള്ളവരുമായി വളർന്നു വന്നാൽ അവരിൽ ഒരാളെ ഞാൻ അള്ളാഹുവിന് വേണ്ടി ബലി കഴിക്കും. ഇന്ദൽ കാബത്തി, കാബന്റെ സമീപത്ത് വെച്ച്, കാബത്തിങ്കൽ വെച്ച് ഒരാളെ ഞാൻ ബലി കഴിക്കും. 10 മക്കൾ പൂർത്തിയായപ്പോ മക്കക്കാര് പറഞ്ഞു, പണ്ടിങ്ങനെ നേർച്ചയാക്കിയിരുന്നു, ഓർമ്മണ്ടോ? അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, സംസം കിണർ കുഴിക്കുന്ന അന്ന് നിങ്ങളും മകൻ ഹാരിസും മാത്രമാണ്, അന്നിങ്ങനെ നേർച്ച പറഞ്ഞത് ഓർമ്മയുണ്ടോ? അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഓർമ്മയുണ്ട്. ഓരോരുത്തരും അവരവരെ പേര് എഴുതി നറുക്ക് എടുക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ടു. നറുക്ക് എടുത്തു നോക്കുമ്പോ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നറുക്ക് വന്ന് വീഴുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയിൽ. ആ കൂട്ടത്തിലെ ഏറ്റവും സൗന്ദര്യവും ശാരീരിക മികവും എല്ലാവിധ കാര്യങ്ങളും മേളിച്ച ഏറ്റവും നല്ല സൗന്ദര്യമുള്ള കുട്ടി നറുക്ക് വീണത് അങ്ങനെയാ. അബ്ദുൽ മുത്തലിബ് കാര്യം പൂർത്തിയാക്കാൻ ഏതായാലും നേർച്ചയാക്കിയതല്ലേ, കത്തിയെടുത്തു. അള്ളാഹുവിന് വേണ്ടിയുള്ള ബലിദാനല്ലേ, അങ്ങനെയല്ലേ നേർച്ച പറഞ്ഞത്. ഒരു വിഗ്രഹത്തിനുമല്ല,
ഒരു ശൈത്താനും അല്ല, ആർക്കും അല്ല. ഇവിടെ തന്നെ വ്യത്യാസമുണ്ട്. ബാക്കിയുള്ളവർ ഇറക്കുന്നൊന്നും ഈ വിഷയത്തില്ല. അവർ ഈ വിഷയം ഒരു പൊള്ളായി പറഞ്ഞിട്ടാണ് അവർ ഇറക്കുന്നത്. അവർ കുഴിച്ചു കൊണ്ടു നോക്ക്. ഇഫ്തിറാഅൻ അലല്ലാഹ്, അള്ളാഹുവിന്റെ മേൽ കളവ് നിർമ്മിച്ചുണ്ടാക്കിയിട്ട്. അബ്ദുൽ മുത്തലിബ് ഒരുങ്ങിയപ്പോ മക്കാർ നേതാക്കളൊക്കെ എണീറ്റ് ഓരോ സഭകളിൽ നിന്ന് ആളുകൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യരുത്, ഞങ്ങൾ ചില കാര്യങ്ങൾക്ക് ഞങ്ങൾക്കും നോക്കാനുണ്ട്, ഞങ്ങൾക്കും ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. അവിടെയുള്ള പരിചയസമ്പന്നരായ പുരോഹിതന്മാര്, പണ്ഡിതന്മാരുടെ അടുത്തേക്ക് അവർ പോയി. അബ്ദുൽ മുത്തലിബിനെയും മക്കളെയൊക്കെ കൂട്ടിപ്പോയി. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ 10 ഒട്ടകം വെച്ച് അബ്ദുല്ലാഹി എന്നവരുടെ നാമവും എഴുതിയിട്ട് നിങ്ങൾ നറുക്കിട്ടോളൂ. നറുക്കങ്ങനെ ഇടാൻ തുടങ്ങി. പക്ഷേ അബ്ദുല്ലാഹി എന്നവരെ പേരാണ് പിന്നെയും മുന്നോട്ട് വരുന്നത്. 10 ഇങ്ങനെ കൂട്ടിയിടാൻ പറഞ്ഞു. അങ്ങനെ അവസാനം 100 ഒട്ടകവും അബ്ദുല്ലാഹി എന്നവരെ പേരും എഴുതിയപ്പോ 100 ഒട്ടകം എന്ന നറുക്കാണ് മുന്നിൽ വന്നത്. ആ നറുക്കെടുത്ത് ആ നറുക്കോട് സ്വീകരിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് 100 ഒട്ടകങ്ങളെ ബലിദാനം നിർവഹിച്ചു. ആളുകൾക്ക് മുഴുവനും വിതരണം ചെയ്തു. സന്തോഷത്തോടെ ആളുകൾക്ക് എല്ലാ ഭാഗത്തേക്കും അത് കൊടുത്തയച്ചു. റബ്ബ് തആല നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ ഒന്നിനു പകരമാണ് ഈ 100 ഒട്ടകം മറുക്കുന്നത്, ബലിദാനം ചെയ്യുന്നത്. കാരണം 10 മക്കളാണല്ലോ, ഓരോ മക്കൾക്കും 10 എണ്ണം വീതം വെച്ച് നോക്കുമ്പോ 100 എണ്ണമാണ്. നല്ല സംഭാവനയാണത്. ആ സംഭാവന കൊടുത്തു. ആ സംഭാവന കൊണ്ട് തന്നെ മക്കൾക്കാർക്ക് എല്ലാവർക്കും സന്തോഷമായി. ഇത് ഉദ്ദേശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്, അനബിനു ദബീഹൈൻ, ബലി കഴിക്കപ്പെട്ട, ബലിദാനം നിർവഹിക്കപ്പെട്ട 2 പിതാക്കളുടെ മകനാണ് ഞാൻ. ഒന്ന് നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം, മറ്റൊന്ന് പൊന്നുപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. 2 പേരെയും ഈ രൂപത്തിൽ ദബീഹായിട്ട് അറിയപ്പെടുന്നുണ്ട്. അവരുടെ പുത്രനാണ് ഞാനെന്ന് തങ്ങൾ പറയാറുണ്ട്. ഈ വാദം ഉണ്ടാക്കിക്കൊണ്ടവർ പറയും, ഞങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ടാണ് ബലിദാനം നിർവഹിക്കുന്നത്. അത് സത്യത്തിൽ അള്ളാഹുവിന്റെ മേൽ അവർ പറയുന്നൊരു കളവാണ്. അബ്ദുൽ മുത്തലിബ് ഒരു കുട്ടിനെയും അറുത്തിട്ടില്ല. അറുക്കാൻ നേർച്ചയാക്കിയതിന് പകരം ഒട്ടകങ്ങളെയാണ് അറുത്തത്. ഇഫ്തിറാഅൻ അലല്ലാഹ്. അവര് പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്നതും, ആൺമക്കൾ കൂടുതലായി ഉണ്ടായാൽ ചിലരൊക്കെ കൊന്നുകളയുന്ന സ്വഭാവക്കാരും ഉണ്ട്. വിശ്രുതമായ 2 ഗോത്രക്കാരാണ് ഇതിൽ കാര്യമായി പങ്കെടുത്തിരുന്നത്. മക്കയിലെ ഗോത്രക്കാരിൽ എല്ലാവരും ഇതിന്റെ മുൻപന്തിയിലില്ല. ചില ആളുകൾക്ക് ഇത് വലിയൊരു രസമായിരുന്നു. റബീയത്ത് ഗോത്രക്കാരും മുളർ ഗോത്രക്കാരും അവരാണ് ഈ വിഷയത്തിൽ വല്ലാതെ താല്പര്യപ്പെട്ട് മുൻപന്തിയിലുണ്ടായിരുന്നത്. മക്കളെ കൊല്ലുന്ന വിഷയത്തിൽ അവർ കൂടുതൽ ആളുകളുണ്ട്. പക്ഷേ അത് അള്ളാഹുവിന്റെ മേൽ വെച്ച് കിട്ടിയതാണ്. ഖദ് ളല്ലൂ. 6-മതായി അള്ളാഹു പറഞ്ഞു, ദുനിയാവിലെ ഉപകാരങ്ങൾ തിരിയാതെ, ദീനിന്റെ നന്മകൾ അറിയാതെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് അവർ തെറ്റിപ്പോയി. അതേ, ഖദ് ളല്ലൂ വമാ കാനൂ മുഹ്തദീൻ. നേർവഴിയിലേക്ക് അവർ തീരെ ടച്ച് ചെയ്തിരുന്നില്ല. പിന്നെ അവർക്ക് നേർവഴി മനസ്സിലായത്, ഈ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുത്തു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവർക്ക് ഏറ്റവും വലിയ വിഷമമായിരുന്നല്ലോ പെൺകുഞ്ഞുങ്ങൾ. പെൺമക്കളെ പോറ്റേണ്ടത് എങ്ങനെയാണ്, അവരോട് വർത്തിക്കേണ്ടത് എങ്ങനെയാണ്, സ്നേഹത്തോടെ അവരോട് സംരക്ഷണം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഓരോ തലങ്ങളിലും തങ്ങൾ കാണിച്ചു കൊടുത്തു. പെൺകുട്ടികളെ കണ്ടാൽ അവർക്ക് വെറുപ്പായിരുന്നില്ലേ? അതേ, കുട്ടികളെ ഓരോരുത്തരെയും തങ്ങൾ കൈപിടിച്ചു കൊണ്ടുപോകുന്നതും സന്തോഷം പങ്കിടുന്നതും കൂടെ ഇരുത്തി സംസാരിക്കുന്നതും, വീട്ടിലേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ അടക്കം ഓരോ മക്കളും വരുമ്പോ ദൂരെന്ന് തങ്ങൾ കാണുമ്പോഴേക്ക് മുറ്റത്തേക്കിറങ്ങും. മുറ്റത്തേക്കിറങ്ങിയിട്ട് തങ്ങൾ പറയും, മർഹബം ബിബിനതീ, മർഹബം ബിബിനതീ. മകൾക്ക് സന്തോഷം, മകൾക്ക് സന്തോഷം, സന്തോഷം പറഞ്ഞ് തങ്ങൾ വീട്ടിലേക്ക് അങ്ങോട്ട് കയറ്റും. ഈ ഒരു വല്ലാത്ത സ്നേഹം ലോകത്തെ തങ്ങൾ പഠിപ്പിക്കുകയാണ്. കാരണം പെൺകുട്ടികൾ ഉണ്ടായി എന്ന കാരണത്തിൽ ആരും വിഷമിക്കേണ്ടതില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലായ സഹോദരിമാരെ, ഫയത്തഖില്ലാഹ ഫീഹിന്ന വയുഹ്സിന ഇലൈഹിന്ന. അത് ഒന്ന് നന്നായി കുറച്ചേരം പറയട്ടെ, എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കും.
ആ മക്കളെ വിഷയത്തിൽ അള്ളാഹുവിന് തഖ്വ ചെയ്ത് ആ മക്കളിൽ എല്ലാവിധ നന്മകളും ചേർത്തിക്കൊടുക്കുന്ന ഉപ്പമാര് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടികളുടെ പരിശുദ്ധി ഒരു നിലക്കും തകരാത്ത വിധം അവരെ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും സംരക്ഷണം നടത്താനും ശിക്ഷണം നടത്താനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തഖ്വയാണ്. ആ വീട്ടിലേക്ക് ആര് കയറി വന്നാലും അതൊരു ഗേൾ ഫ്രണ്ട്, അതൊരു ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ തുറന്നു കൊടുക്കുന്ന ആളല്ല. നമുക്കെന്താ ഇവിടെ, ഞാൻ നിങ്ങളെ കുട്ടീൻ്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന ആൾ, അതിന് നോട്ട് ബുക്ക് വാങ്ങാൻ വേണ്ടി അവിടെ നടന്നു. നോട്ട് ബുക്ക് ഞാൻ ഏത് നോട്ട് വേണ്ടി? ഫിസിക്സിൻ്റെ അവിടെ ഞാൻ വാങ്ങിക്കൊണ്ടിരാം. ഒരൊറ്റ കുട്ടിക്കും പെർമിഷൻ കൊടുക്കരുത്. കുട്ടികൾ ഉണ്ടാകുന്നതല്ല സുഖം, പെൺകുട്ടികളുടെ എണ്ണം പറയുന്നതല്ല സുഖം, അവരെ കെട്ടിച്ചേക്കുന്നതിലല്ല ബുദ്ധിമുട്ട്. അവർക്ക് പക്വതയെത്തുന്ന പ്രായം വരെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം അവർക്ക് കൊടുക്കണം. ആ നിലക്കുള്ള പഠനം കൊടുക്കണം, ആ നിലക്കുള്ള സംസ്കാരം കൊടുക്കണം, ആ നിലക്കുള്ള ഉപദേശം കൊടുക്കണം. ഉമ്മമാരോട് ആ നിലക്ക് വേഷം ധരിക്കാൻ വേണ്ടി ഞാൻ നിർദ്ദേശിക്കുന്നു. നിങ്ങളത് ധരിച്ചാലല്ലാതെ നിങ്ങളെ മക്കളോട് വാത് പറഞ്ഞു കൊടുത്താൽ യേശൂല. ഇപ്പയും ടൈറ്റ് ഫിറ്റാണ് 5ഉം 6ഉം കുട്ടികളുള്ള ഉമ്മ ധരിക്കുന്നത്. ടൈറ്റ് ഫിറ്റാ ധരിക്കുന്നത്. എല്ലാ ഭാഗങ്ങളും അങ്ങനെ ഒതുങ്ങി നിർത്തിയെങ്കിലേ യാത്രക്കൊരു സുഖമുള്ളൂ. അതും അങ്ങ് നടന്ന് അങ്ങാടിയിലൂടെ പോയെങ്കിലേ ഹരമുള്ളൂ. അത്ര ടൈറ്റ് ഫിറ്റ് 5ഉം 6ഉം മക്കളുള്ള ഉമ്മ ധരിക്കുമ്പോ പിന്നെ അതിനനുസരിച്ചൊരു വസ്ത്രമല്ലേ പെൺകുട്ടി ധരിക്കൂ. കുട്ടിയെ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ ഉമ്മ ഇങ്ങനൊരു മോഡലാകുമ്പോ കുറച്ചെങ്കിലും ചെറിയൊരു മോഡൽ ഞാനും വേണ്ടേ എന്നാ കുട്ടി ചിന്തിക്കൂലേ? സഹോദരങ്ങളെ, ചിന്തിക്കുന്നതിൽ ആ കുട്ടിയെ മാത്രം പഠിക്കണോ? നമ്മളെയല്ലേ ആദ്യം പറയേണ്ടത്? നിങ്ങളൊക്കെ സങ്കടം ഞാൻ പറയട്ടെ. തട്ടമിടണ്ടെന്ന് പറഞ്ഞിട്ട്, തട്ടം ധരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം പേരുള്ള ഒരു ചങ്ങാതി, അങ്ങനെ ഞാൻ അവനെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, പവറും പത്രാസൊക്കെ നിങ്ങൾ നൽകിക്കോളൂ. ഒരു മുസ്ലിം പേരുള്ള ചങ്ങാതി, ഒരു മനുഷ്യൻ തട്ടമിട്ട് വരാൻ പാടില്ലാന്ന് അവനങ്ങ് വിധിയേറ്റ് നടത്തിയപ്പോ എത്ര അന്തസ്സുള്ള ബാപ്പമാര് മക്കളാഖിറത്തിന് വേണ്ടി പിൻവലിച്ചു. ആരാ പിൻവലിച്ചത്? ആരും പിൻവലിച്ചില്ല. തട്ടമിട്ടില്ലെങ്കിൽ എന്താ? ബ്ലൗസ് ധരിച്ചില്ലെങ്കിൽ എന്താ? ജാക്കറ്റ് ധരിച്ചില്ലെങ്കിൽ എന്താ? മറിച്ചില്ലെങ്കിൽ എന്താ? മെറിറ്റിൽ സീറ്റ് വേണം, പാസ്സാകണം, 25,000 ജോലിക്ക് തുടക്കം കിട്ടണം. ഒരു ദുന്യാവിന് വേണ്ടിയാകരുത് മക്കളെ വളർത്തുന്നത്, അതിനു വേണ്ടിയാകരുത് സന്തോഷമുണ്ടാകുന്നത്. തഖ്വയും ഇഹ്സാനിലും അവരെ വളർത്തണം. അതിനാണെങ്കിലേ മക്കളെ ഉണ്ടാകുന്നതിൽ കാര്യമുള്ളൂ. അതാണ് അല്ലാഹു ആവർത്തിച്ച് ഖുർആനിലൂടെ പറഞ്ഞത്, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങൾക്ക് 2 ഫിത്ന നമ്മൾ ദുനിയാവിൽ തരുന്നുണ്ട്. ഒന്ന് സമ്പത്താണ്, മറ്റൊന്ന് സന്താനങ്ങളാണ്. ജയിച്ചു കയറണം. പരീക്ഷണ വസ്തുക്കളാണ്. സമ്മതിച്ച് അല്ലാഹു തന്നതല്ല. എനിക്ക് അല്ലാഹു 10 മക്കളെ തന്നാൽ എന്നെ അല്ല സ്വീകരിച്ചു എന്നതിന് തെളിവല്ല. ഞാനൊരു കോടിപതിയാണെങ്കിൽ എന്നെ അല്ല സ്വീകരിച്ചു എന്നതിന് തെളിവല്ല. അതിലൂടെ ഒരു പരീക്ഷണമുണ്ട്. ആ പരീക്ഷണത്തിൽ വിജയിച്ചു കയറണം, ആഖിറത്തിലെത്തണം. ആ വിജയം ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. തീവ്രമായ പരിശീലനത്തിലൂടെ, നല്ല ചിന്തയിലൂടെ, കഠിനാധ്വാനത്തിലൂടെ ചിന്തിച്ചെടുക്കണം. പലരും പരിഹസിച്ചെന്ന് വന്നേക്കാം, കളിയാക്കി പറഞ്ഞേക്കാം. നിന്റെ കുട്ടിയെ ഇങ്ങനെ നീ സങ്കുചിത മനോഭാവത്തിലാകുന്ന എന്തിനാന്ന് പറഞ്ഞേക്കാം. നീ ഇപ്പോഴും ഒരു യാഥാസ്ഥികനാകുന്ന എന്തിനാന്ന് ചോദിച്ചേക്കാം. നമ്മുടെ മുന്നിൽ ഒന്നേ ഉള്ളൂ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾക്ക് 3 പെൺമക്കളെ നൽകിയിട്ട്, 2 പെൺമക്കളെ നൽകിയിട്ട്, 2 സഹോദരിമാരെ നൽകിയിട്ട്, 3 സഹോദരിമാരെ നൽകിയിട്ട്, ഫയത്തഖില്ലാഹ ഫിഹിന്ന, അവരിൽ അല്ലാഹു തഖ്വ നിലനിർത്തിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. വയുഹ്സിന ഇലൈഹിന്ന, അവർക്ക് നല്ല ഗുണങ്ങൾ ചെയ്തു കൊടുത്തു. അവർക്ക് നല്ല ഭൗതിക ലോകത്ത് മക്കളെ കൊണ്ടുള്ള പരീക്ഷണം അതാണ്. വേറെന്താ പരീക്ഷണം? ഇവിടെ മക്കളെ കൊണ്ടുള്ള പരീക്ഷണം സത്യത്തിൽ സഹോദരങ്ങളെ ഇസ്ലാമിക ചട്ടക്കൂട്ടില് അവരെ വളർത്തിയെടുക്കാനുള്ള നല്ല ബോധവും നല്ല ക്ഷമയുമാണ്. അങ്ങനൊക്കെ ആയിക്കോട്ടെ. ഒരു പാഠപുസ്തകം വാങ്ങാൻ വന്നതിന്റെ പേരിൽ കല്യാണത്തിന്റെ തലേന്ന് റൂം ഖാലി, കത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാപ്പ പ്രതിയല്ല, ഉമ്മ പ്രതിയല്ല, ആരും പ്രതിയല്ല, സ്വന്തമാണ് പ്രതി. ഇവർക്ക് ആരും പേരിൽ ആരും തിരിയേണ്ട, കേസൊന്നും കൊടുക്കണ്ട, ഞാൻ തന്നെയാണ് പ്രതി. ഇതൊന്നും ഇന്നലെ തുടങ്ങിയതല്ല. 9ാം ക്ലാസ്സിലെ നോട്ട് ബുക്ക് വാങ്ങാൻ വന്ന് അന്ന് തുടങ്ങിയതാണ്. കുട്ടി എഴുതി 6 വർഷങ്ങൾക്കിപ്പുറം.
അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കണ്ട, ഞങ്ങൾ സ്വൈര്യമായി സ്വസ്ഥമായി എവിടെയെങ്കിലും ജീവിച്ചോളാം. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഓവുചാലിൽ നിന്ന് ആ കുട്ടിയുടെ മൃതശരീരമാണ് പിന്നെ കിട്ടിയത്. ഇത് ഒരു കഥ. നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെയും ഒരു കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ സംസ്കാരങ്ങൾക്ക് നേരെയുള്ള കത്തിവെപ്പ് അതൊരിക്കലും ഉണ്ടാകരുത്. വളർത്തുകയാണെങ്കിൽ നല്ല രൂപത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി, തഖ്വയിലായി, ഇഹ്സാനിലായി അവരെ വളർത്തണം. അതിന് അള്ളാഹു തആല നമുക്ക് വലിയ സന്തോഷം തരും. ജാഹിലിയ്യ കാലഘട്ടത്തിൽ കുട്ടികളെ കുഴിച്ചു മൂടുന്ന സ്വഭാവം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് രൂപത്തിൽ അറബികളിൽ ആ സ്വഭാവം നിലനിന്നിരുന്നു. ദാരിദ്ര്യത്തിന്റെ പേരിലാണ് ചിലരാണെങ്കിൽ, ചിലർക്ക് ദാരിദ്ര്യമൊന്നുമില്ല, മാനക്കേടിന്റെ പേരിലാണ്. നമ്മളെ കുടുംബത്തിൽ ഗോത്രത്തിൽ ഇത്രയധികം പെൺകുട്ടികൾ ഉണ്ടാകുക, ഇത്രയധികം ആളുകൾ ഉണ്ടാകുക ഒരു മാനക്കേടാണ്. കാരണം ഓരോരുത്തർക്കും ജീവിക്കാനുള്ള സെറ്റപ്പ് കുറയും. അങ്ങനെ അവരുടെ കാഴ്ചപ്പാട്. എല്ലാവർക്കും അത്യാവശ്യം ഉണ്ടാകണം. ഇനിയും കൂടുതൽ ആളുകൾ വന്നാൽ വീതമ്പപ്പ് വേണ്ടേ? അതുകൊണ്ട് കുറഞ്ഞു പോകും. അതുകൊണ്ട് അത് വേണ്ട, അതുകൊണ്ട് ഉള്ളത് മതി എന്ന അർത്ഥത്തിൽ ബാക്കിയുള്ളത് എന്ത് ചെയ്യണം? കൊന്നുകളയണം. ചിലരെങ്ങനെ വാദിക്കുന്നു, മലക്കുകൾ അല്ലാഹുവിന്റെ പുത്രിമാരാണ്, ദാസിമാരാണ്. അതുകൊണ്ട് ആ പെൺമക്കളായ മലക്കുകളെ കാണുന്നില്ലല്ലോ, ഈ പെൺമക്കളെയും കാണണ്ട. അവരങ്ങനെ തീരുമാനിച്ചത്. ഇതങ്ങ് പോയിക്കോട്ടെ, അത് കാണുന്നില്ലല്ലോ. കാണാത്തവരല്ല, കാണാത്തൊരു സ്വഭാവം ഉണ്ടല്ലോ പെണ്ണുങ്ങൾക്ക്. ഒരു മറ പൊതുവെ അവർക്കുണ്ട്, പ്രകൃതിപരമായി അള്ളാഹു നൽകിയിട്ടുണ്ട്. സത്യത്തിൽ അത് സമത്വത്തിനെതിരല്ല, അങ്ങനെയും പറഞ്ഞേക്കും ചിലര്. കാര്യമായിട്ടുള്ളൊരു വാദം പതാണല്ലോ, നടക്കാത്തൊരു വാദം സമത്വവാദം. അതാണ് ഇപ്പൊ കാര്യമായിട്ടുള്ളൊരു വാദം. സത്യത്തിൽ നിങ്ങൾ നോക്കും, മലക്കുകളെ കാണാത്ത കൊണ്ട് അവരൊക്കെ പറഞ്ഞു മലക്കുകൾ അല്ലാഹുവിന്റെ പെൺമക്കളാണ് എന്നവർ പറഞ്ഞു. ചിലരങ്ങനെ വാദിച്ചു, ചിലരങ്ങനെ നിശ്ചയിച്ചു. അപ്പൊ ആ പെൺമക്കളെ കാണുന്നില്ലല്ലോ, ഇവരെയും കാണണ്ട. അങ്ങനെയും കൊന്നു കളഞ്ഞവരുണ്ട്. സുബ്ഹാനല്ലാഹ്, എത്രയാണ് അതിന്റെ സങ്കടം, അതിന്റെ ഗൗരവം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ, അവരെ കൊല്ലുന്നത് മഹാപാതകമാണ്. ചെറിയ തെറ്റല്ല, ചെറിയ കുറ്റമല്ല. തങ്ങൾ വീക്ഷിച്ചതും കണ്ടതും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ അസ്ഹാബിമാരിൽപ്പെട്ട ഒരാള് എപ്പോഴും അയാളെ മുഖത്തൊരു വിഷമമാണ്, സങ്കടമാണ്. ഇമാം ഖുർത്തുബി തങ്ങളും ഒരുപാട് മുഫസ്സിരീങ്ങൾ കൊണ്ടുവന്നൊരു സംഭവം കാണാം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിൽ വരുമ്പോ സദാസമയവും അയാളെ മുഖത്തൊരു വെളിച്ചം കാണാറില്ല. തങ്ങൾ ചോദിച്ചു, മാലക തകൂനു മഹ്സൂന, എന്താ എപ്പോഴും ഒരു വിഷമം, ഒരു ദുഃഖം എന്താ നിങ്ങളെ മുഖത്ത്? ആ സ്വഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അദ്നബതു ദംബം ഫിൽ ജാഹിലിയ്യ ഫഅഖാഫു അല്ലാ യഗ്ഫിറല്ലാഹു ലീ വഇൻ അസ്ലംതു, ഞാൻ മുസ്ലിമായിട്ടുണ്ടെങ്കിലും ജാഹിലിയ്യ കാലത്ത് ഞാനൊരു കുറ്റം ചെയ്തിട്ടുണ്ട്, അല്ലാഹു പുറത്തു തരൂലേ എന്നൊരു വല്ലാത്ത പേടി എനിക്കുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് സന്തോഷം കാണാത്തത്. എന്ത് തെറ്റാ നീ ചെയ്തത്, അതൊന്ന് പറയാമോ? പറഞ്ഞു നബിയേ, ഇൻ കുന്തു മിനല്ലദീന യഖ്തുലൂന ബനാതിഹിം, പെൺമക്കളെ കൊല്ലുന്നവരെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. എന്റെ ഭാര്യക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു. ഭാര്യ എന്റെ കൈയും കാലും പിടിച്ചു പറഞ്ഞു, കുറെ എണ്ണത്തിനെ നിങ്ങൾ കൊന്നില്ലേ, ഇതിനെ നിങ്ങൾ കൊല്ലരുത്, ഇതൊന്ന് വിട്ടുതരണേ. സംരക്ഷണം ഫുള്ള് ഞാൻ ഏറ്റെടുത്തോളാ, നിങ്ങളൊന്നും അറിയണ്ട. എന്റെ കൈയും കാലും പിടിച്ചു പറഞ്ഞപ്പോ ഞാനത് സമ്മതിച്ചു. ഭാര്യ പറഞ്ഞതല്ലേ, ഞാനതിന് നിന്നുകൊടുത്തു. അതങ്ങനെ വലുതായി വളർന്നു. വസ്വാറത്ത് മിൻ അജ്മലിൻ നിസാ, ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള പെണ്ണായിരുന്നു അത്. ആ പെണ്ണിനെ പലരും വിവാഹാലോചന നടത്തി വന്നു. പക്ഷേ വിവാഹാലോചന നടത്തി വന്നെങ്കിലും എൻ്റെ മനസ്സിൽ ആ ജാഹിലിയ്യ സ്വഭാവത്തിന്റെ മുറുമുറുപ്പ്, ആ ഒരു വിരോധം, ജാഹിലിയ്യ കാലത്തെ മനസ്സിന്റെ ഉള്ളിൽ കടന്ന വിരോധം, അത് തിളച്ചു മറിയുകയാണ്. എൻ്റെ മനസ്സ് സഹിച്ചില്ല, സമ്മതിച്ചില്ല ആ കുട്ടിയെ കെട്ടിച്ചു വിടാൻ. എന്നിട്ട് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഭർത്താവില്ലാതെ വീട്ടിൽ കഴിയാൻ രണ്ടിനും സമ്മതിച്ചില്ല. വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിൽ ഈ പ്രേരണ വന്നപ്പോ എന്താണ് ഞാൻ എൻ്റെ ഭാര്യയോട് പറയേണ്ടത് എന്ന് ആലോചിച്ചു. ഒരു ദിവസം ഞാൻ പോയി പറഞ്ഞു, ഞാൻ നമ്മുടെ മറ്റേ കുടുംബക്കാരുണ്ടല്ലോ അവരെ ഒന്ന് കാണാൻ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ കുടുംബത്തെയും ഒന്ന് കണ്ട് തിരിച്ചു വരാനാണ്. മകളെ നീ ഒന്ന് മാറ്റി റെഡിയാക്കി തരണം. ഞാൻ അങ്ങനെ മാറ്റി റെഡിയാക്കി, ഭാര്യ അങ്ങനെ മാറ്റി റെഡിയാക്കി തന്നു.
നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ ഒരുക്കി എന്റെ കൂടെ വരുന്നത് ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയാൽ നല്ല സൗന്ദര്യമുണ്ട്, നല്ല സൗരഭ്യമുണ്ട്. പക്ഷേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ എന്റെ കൈ പിടിച്ചുകൊണ്ട് എന്റെ ഭാര്യ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നൊരു അമാനത്താണ്, സൂക്ഷിപ്പു സ്വത്താണ്, എന്നെ ചതിക്കരുതേ, എന്നെ വഞ്ചിക്കരുതേ, വിശ്വസിച്ച് നിങ്ങളെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഇത്രയും കാലം പോറ്റി വളർത്തിയത് ഞാനാണ്. 5 പൈസ നിങ്ങളോട് ഞാൻ ചെലവിന് ചോദിച്ചിട്ടില്ല. ഒരുപാട് മക്കളെ നിങ്ങൾ കൊന്നിട്ടുണ്ട്, ഒന്നെങ്കിലും എന്റെ കൂടെ നിൽക്കട്ടെ എന്ന താല്പര്യത്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ഏൽപ്പിക്കുന്ന അമാനത്താണ്, നല്ല രൂപത്തിൽ തന്നെ തിരിച്ചേൽപ്പിക്കണം. ഞാൻ അതും പറഞ്ഞങ്ങനെ കൊണ്ടുപോയി. എന്റെ കുട്ടിയെ ഞാൻ പിടിച്ചെങ്ങനെ കൈ പിടിച്ച് എന്റെ കൂടെ വന്ന് സന്തോഷത്തോടെ മുന്നോട്ടങ്ങനെ നടക്കുമ്പോ ഞാൻ പല ഭാഗങ്ങളിലേക്കും മാറി മറിഞ്ഞു നോക്കുന്നുണ്ട്. ഈത്തപ്പന തോട്ടങ്ങളിൽ പല ഭാഗത്തേക്കും ഞാൻ മാറി മറിഞ്ഞു നോക്കുമ്പോ ബുദ്ധിമതിയായ എന്റെ കുട്ടിക്ക് കാര്യം പിടുത്തം കിട്ടി. പക്ഷേ ഏറെ അകലം വന്നിട്ടുണ്ട്, തിരിച്ചു പോകാനുള്ള വഴിയൊന്നും അറിയില്ല. കാരണം പുറത്തിറങ്ങി പരിചയമില്ലല്ലോ, വീട്ടിന്റെ ഉള്ളിലല്ലേ. എന്നോട് പറഞ്ഞു, ഉപ്പാ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് എന്താണ്, എന്താ നിങ്ങൾ നോക്കുന്നത്? ഞാൻ ഓരോ കാരണം പറഞ്ഞു ഒഴിഞ്ഞു മാറി. അവിടെ അങ്ങനെ ഒന്നുണ്ടായിരുന്നു, ഞാൻ അത് നോക്കിയതാണ്. ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു, ഒന്ന് നോക്കിയതാണ്. ആ കുട്ടിയെയും കൊണ്ട് ഞാനൊരു കുന്നങ്ങ് കയറി. കുന്നിന്റെ മുകളിൽ നിന്ന് തായോട്ട് ഉരുട്ടിയിട്ടിട്ട് അതിന്റെ കഥ കഴിച്ചാലോ എന്നെന്റെ മനസ്സിലൊരു വിചാരം വന്നപ്പോഴേക്ക് എന്റെ കുട്ടി എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ഭാര്യ, എന്റെ ഉമ്മ നിങ്ങളെ കയ്യിലേൽപ്പിച്ച അമാനത്താണ്. എന്റെ ഉമ്മ നിങ്ങളിൽ ഏൽപ്പിച്ച അമാനത്താണ്. ഈ അമാനത്ത് നിങ്ങൾ കേടുവരാതെ തിരിച്ചേൽപ്പിക്കണം, ആ ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. അതൊക്കെ പറഞ്ഞെങ്കിലും ശൈത്താൻ എന്നെങ്ങനെ പിടികൂടി, എന്നെ പിന്തിരിപ്പിച്ചു, എന്നെ മുന്നോട്ട്. പെൺകുട്ടിക്ക് കാര്യം മനസ്സിലായി എന്ന് കണ്ടപ്പോ ഞാനൊരു കിണറിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നു. ആ കിണറിലേക്ക് ഞാൻ എന്റെ കുട്ടിയെ പിടിച്ച് തള്ളിവിടുമോ എന്ന് കുട്ടിക്ക് മനസ്സിലായപ്പോഴേക്ക് എന്നെ മുറുകെ പിടിച്ച് വജാലത്തബുക്കി, കുട്ടി കരഞ്ഞുകൊണ്ടിരുന്നു. ഉപ്പാ അയ്യു ശൈഇൻ തുരീദു അൻ തഫ്അല ബി, എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാ നിങ്ങളെ ഉദ്ദേശം? അതങ്ങനെ ആവർത്തിച്ചു ചോദിക്കുമ്പോ എന്റെ മനസ്സിൽ ചെറിയൊരു സ്നേഹം വന്നു. പിന്നെ ആ കുട്ടി കിണറ്റിലേക്ക് ഞാനൊന്ന് നോക്കാൻ പറഞ്ഞപ്പോ നോക്കിയ ഉടനെ തന്നെ പിശാച് എന്റെ മനസ്സിൽ വീണ്ടും പക നൽകിയിട്ട് ഞാൻ എന്റെ കുട്ടി ഒരു തള്ളങ്ങ് തള്ളി. പോകുന്ന വീഴ്ചയിൽ കുട്ടി പറയുന്നുണ്ട്, ഉപ്പാ എന്റെ ഉമ്മാന്റെ അമാനത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തിയല്ലോ. ചോദിക്കുന്നുണ്ട്, യാ അബീ ഖതൽതനീ, നിങ്ങൾ എന്നെ കൊല്ലുകയാണല്ലോ. മാതാ അദ്നബ്തു, ഞാനെന്ത് തെറ്റാ ചെയ്തത്, ഞാനെന്ത് ദോഷമാ ചെയ്തത്? നിങ്ങൾ എന്നെ കൊല്ലുകയാണല്ലോ. കുറച്ചു നേരം തങ്ങളെ ഞാൻ അവിടെ കാത്തു നിന്നു. ശബ്ദമങ്ങ് അസ്തമിച്ചപ്പോ ഞാനങ്ങ് മടങ്ങി വന്നു. ഈ വിവരം കേട്ടപ്പോ ഫബകാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅസ്ഹാബുഹു, തങ്ങളും സ്വഹാബത്തും കരഞ്ഞുപോയി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ഉമിർതു അൻ നുആഖിബ അഹദൻ ബിമാ ഫഅല ഫിൽ ജാഹിലിയ്യതി ലഅഖബ്തുകാ, ജാഹിലിയ്യ കാലഘട്ടത്തിൽ നടന്ന ദുശ്ചെയ്തികൾക്ക് ശിക്ഷിക്കണമെന്ന് അല്ലാഹ് എന്നോട് കൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഉത്തരവില്ലല്ലോ. നീറുന്ന സംഭവങ്ങളാണ് സഹോദരങ്ങളെ നടക്കുന്നത്. ഇതേ രൂപത്തിലുള്ള വിഷയങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സമൂഹത്തിൽ. നിങ്ങൾ കണ്ടില്ലേ, കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുന്നവർ, പെൺകുട്ടിയായി പോയതിന്റെ പേരിൽ ഭാര്യമാരെ ത്വലാഖ് ചെല്ലുന്ന ഭർത്താക്കന്മാർ. നഊദു ബില്ലാഹ്, എന്തൊരു സങ്കടമാണ്.
എന്തൊരു സങ്കടമാണ് നമ്മൾ ഈ കേൾക്കുന്ന വാർത്ത. മൂന്നാമതായി ജനിച്ച കുട്ടിയും പെണ്ണായപ്പോ നീ പ്രസവിക്കുന്നത് മുഴുവനും പെണ്ണാണെന്ന് പറഞ്ഞ് ആ ഭാര്യയുടെ മനസ്സ് വേദനിപ്പിച്ച് വിഷമിപ്പിച്ച് ഇനി നീ എന്റെ കൂടെ കഴിയണ്ട, നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം എന്നൊരാൾ പറയുന്നു. അങ്ങനെ വിവാഹമോചനം നടക്കുന്നു. ആ പെണ്ണാ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന നേരത്ത് ഊറ്റിയ കണ്ണീർ കണങ്ങളില്ലേ, ആ കണ്ണീരിന് അല്ലാഹു തആല മറുപടി നൽകി, പ്രത്യുത്തരം നൽകി. ഈ പെണ്ണ് വീട്ടിലേക്ക് വന്ന് 2 വർഷക്കാലം കഴിഞ്ഞപ്പോ നല്ല ഒരു സഹോദരൻ, എനിക്ക് പെൺകുഞ്ഞുങ്ങൾ 3 ആയാലും 4 ആയാലും കുഴപ്പമില്ല, എന്റെ ഭാര്യ മരണപ്പെട്ടു പോയി, എനിക്കൊരു കുട്ടി മാത്രമാണ്, ആ കുട്ടിയെ നോക്കാനും കൂടിയിട്ട് എനിക്ക് മറ്റൊരു കുട്ടികളുള്ള ഭാര്യയെ വേണമെന്ന് അന്വേഷിച്ചു വന്നു. ഈ പെണ്ണിനെ നല്ല രൂപത്തിൽ കല്യാണം ചെയ്തു കൊണ്ടുപോയി. പക്ഷേ മനസ്സിനൊക്കാത്ത, സമൂഹത്തിനൊക്കാത്ത ദാരുണമായ സംഭവത്തിന് നേതൃത്വം നൽകിയ ഭർത്താവ് ഇന്നും നരകയാതനയിലാണ്. വിട്ടുമാറാത്ത അസുഖം ബാധിച്ചു. പിറ്റത്തെ കൊല്ലം തന്നെ ലക്ഷങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞു. ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങി വരുന്ന പെണ്ണിന്റെ കണ്ണീർ കണങ്ങൾക്ക് അല്ലാഹു നൽകിയ ഉത്തരമാണ്. പെൺകുഞ്ഞായി പോയി പിറന്നതിന്റെ പേരിൽ എന്നതുകൊണ്ട് ഭാര്യയെ ആക്ഷേപിക്കരുത്, അധിക്ഷേപിക്കരുത്. അതേ, നമ്മൾ കെട്ടിച്ചേച്ച് വിട്ട മോളെ ആക്ഷേപിക്കരുത്, അധിക്ഷേപിക്കരുത്. ആ പിറന്ന കുട്ടിയുടെ മനസ്സിലേക്ക് ഒരു വെറുപ്പിന്റെ നോട്ടം നോക്കരുത്. 18ലോ 20ലോ 21ലോ നടക്കാൻ പോകുന്ന ഭാവിയിലെ ചെലവ് ആലോചിച്ചുകൊണ്ട് രണ്ടാമതും പെണ്ണായി അല്ലേ എന്നൊരു പേരക്കുട്ടിയോടും മകളോടും പറയരുത്. അൽഹംദുലില്ലാഹ്, സന്തോഷത്തോടെ സ്വീകരിക്കണം. ഒരു പ്രശ്നവും കരുതണ്ട. അതില് നല്ല തവക്കുൽ വേണം. അവിടെ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ച തവക്കുൽ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന് ഏറെയും പെൺകുട്ടികളാണ്. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച ഒരു നിർദ്ദേശം പാലിച്ച് വളരെ പാവപ്പെട്ട സ്വഹാബിയാണ്. വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി സൂറത്തുർ റഹ്മാൻ ഓതിയിട്ട് കാത് സംഭാവന ചെയ്ത ആളാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നല്ല സുന്ദരമായ ഈണത്തിൽ വിശുദ്ധമായ മക്കയുടെ മുന്നിൽ വെച്ച് സൂറത്തുർ റഹ്മാൻ ഓതിയതിന് അബൂജഹൽ ചെയ്ത കിരാതമായ മർദ്ദനമാണ്, കാതങ്ങരിച്ചെടുത്തു. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെ പാവമായിട്ടാ ജീവിച്ചു വന്നത്. പഴയകാലത്തെ മക്കയിൽ ആട്ടിടയൻ, കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന മഹാനവറുകൾ. പക്ഷെ എന്നും സ്വന്തം ജീവിതത്തിൽ ദായിമാക്കി മക്കളിലും സൂറത്തുൽ വാഖിഅ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് മഹാനവറുകൾ വഫാത്താകുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ പ്രഗത്ഭനായ സ്വഹാബിയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെറിയൊരാളല്ല. എന്റെ കാലശേഷം നിങ്ങൾ ഖുർആൻ ഓത്ത് പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച 6 പ്രഗത്ഭന്മാരിൽ ഒരു മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ചെറിയ സ്ഥാനമൊന്നുമല്ലത്, ഏറ്റവും വലിയ സ്ഥാനം. എണ്ണിപ്പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓത്ത് പഠിക്കണം, ഓത്ത് പഠിക്കണം, അവരിൽ നിന്ന് ഓത്ത് പഠിക്കണം, ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ഓത്ത് പഠിക്കണം. എത്ര വലിയൊരു സ്ഥാനാണത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇടക്കിടക്ക് ഏതെങ്കിലും ഒരാളെ കയ്യിൽ സഞ്ചിയിൽ കുറച്ച് ദിർഹമോ ദീനാറോ ഇട്ട് കൊടുത്തേക്കും. അവിടെ എത്തിയാ പറയും, എനിക്കിപ്പോൾ ആവശ്യത്തിന് മാത്രം ഇവിടെ കൊണ്ടുപോയിക്കോളി എന്ന് പറയും. സ്വീകരിക്കൂല, ഒന്നും സ്വീകരിക്കൂല. എന്ത്? അല്ലാഹു തആല തന്നതിൽ ഞാനും തൃപ്തിപ്പെട്ടു, എൻ്റെ മക്കളും തൃപ്തിപ്പെട്ടു, ഭാര്യയും തൃപ്തിപ്പെട്ടു, അൽഹംദുലില്ലാഹ്. അത് വല്ലാത്തൊരു തവക്കുലാണ്. ഞാൻ പറയുന്നത് അത്ര ഇല്ലെങ്കിലും അത്ര നമ്മളെ കൊണ്ട് കഴിയൂല. നമ്മൾ ആരും ചിന്തിക്കണ്ട നമ്മളെ കൊണ്ട് കഴിയില്ല. അതൊക്കെ ഒരു കടന്ന തവക്കുലാണ്. അവരെ ബറക്കത്തുണ്ട്. അല്ലാഹു നമ്മൾക്ക് സലാമത്ത് നൽകട്ടെ. എന്താണതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താണോ ഇന്ന് അത് മതി. ഇന്നുള്ള സന്തോഷത്തിന് എന്താ അള്ളാഹു നൽകിയത്? ഇന്ന് നൽകിയിട്ടില്ലേ? അത് മതി. അതിൽ എണ്ണലോ തോന്നലോ കുറവുണ്ട് എന്നോ ഒരു ചിന്തയില്ല. രോഗിയായി കിടക്കുന്ന മഹാനവറുകളെ കാണാൻ വേണ്ടി വന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പോഴുണ്ട് കയ്യിലൊരു പണസഞ്ചി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വന്തം നെൽക്കൊടുത്തിട്ടും സ്വീകരിച്ചിട്ടില്ല, ബൈത്തുൽ മാലിൽ നിന്ന് കൊടുത്തയച്ചിട്ടും സ്വീകരിച്ചിട്ടില്ല. സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, ഞാൻ പറഞ്ഞില്ലേ, അവരെ തവക്കുലാണത്. ഈ മക്കളെ കൊണ്ട് എങ്ങനെ ജീവിക്കും? പക്ഷെ അല്ലാഹു തആല നൽകിയൊരു മാർഗമുണ്ട്, അതിൽ പൊരുത്തപ്പെട്ട് കഴിയും. അതെന്താ? എൻ്റെ അല്ലറ ചില്ലറ കൂലിപ്പണിയുണ്ട്, അതിന് കിട്ടും. ആ കിട്ടും തന്നെ.
രോഗഗ്രസ്തനായി കിടക്കുന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ കാണാൻ വന്നിട്ട് ചോദിച്ചു, എന്താണ്, എന്തെങ്കിലുമൊക്കെ പ്രത്യേകം താല്പര്യങ്ങളൊക്കെ പറയാനുണ്ടോ, ആഗ്രഹമുണ്ടോ? ഉണ്ട്, ആഗ്രഹമുണ്ട്. റഹ്മത്തു റബ്ബി, എൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹമാണ് എനിക്കിപ്പോൾ വേണ്ടത്. എന്തെങ്കിലും മാതാ തഷ്തക്ക്, എന്തെങ്കിലും പരാതി എന്തെങ്കിലും പറയാണ്ടോ? നമ്മളാണെങ്കിൽ കുട്ടികളെ മറ്റും കാര്യമൊക്കെ പറയുന്നത് തെറ്റൊന്നുമല്ലല്ലോ. എൻ്റെ കുട്ടികളെ നോക്കണം, എൻ്റെ ഭാര്യ നോക്കണം, ഇതൊക്കെ നോക്കണം എന്നൊക്കെ പറയും, വസിയത്തൊക്കെ പറയില്ലേ. എന്താ പരാതി? ഒറ്റ പരാതിയുള്ളൂ, ദുനൂബി, എൻ്റെ ജീവിതത്തെ വൈകല്യങ്ങൾ. എന്ത് വൈകല്യം? എന്ത് തെറ്റ്? എന്ത് കറാത്ത്? എന്ത് ഹറാമ്? എന്ത് സുന്നത്ത് ഒഴിവാക്കല്? ഇത് രണ്ടുമാണ് ഉത്തരം പറഞ്ഞപ്പോൾ വീണ്ടും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലാ ആമുറുലക ബിഅതാഇകല്ലദീ കുന്തം തനഅത മിൻ ഖബൽ. ഒരു പ്രാവശ്യമല്ല, പലപ്പോഴും ഞാൻ കൊടുത്തയച്ചിട്ട് നിങ്ങൾ മടക്കി വിട്ട ഒരു ദാനമുണ്ട്, അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ ഒന്ന് കൽപ്പിക്കട്ടെ. മഹാനവർകൾ പറഞ്ഞു, വേണ്ട. അപ്പയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞത് ശരി തന്നെ. യകൂനു ലിബനാതിക മിൻ ബഅദിക, നിങ്ങൾക്കൊരുപാട് പെൺമക്കളില്ലേ, അവർക്ക് ജീവിക്കണ്ടേ, നിങ്ങളെ ശേഷം അവർക്ക് ആയിക്കോട്ടെ. അപ്പോഴാണ് മഹാനവറുകൾ ഒന്ന് എണീറ്റിരുന്നിട്ട് ചോദിച്ചത്, അതഖ്ശാ അലാ ബനാതിൽ ഫഖർ, എന്റെ പെൺകുട്ടികൾക്ക് ദാരിദ്ര്യം വരുമെന്ന് പേടി നിങ്ങൾക്കുണ്ടോ? എനിക്കില്ല, അവർക്കുമില്ല. ഇന്നി അമർതുഹുന്ന അൻ യഖറഅന കുല്ല ലൈലത്തിൻ സൂറത്തുൽ വാഖിഅ. അന്നൊരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടത് മുതൽക്ക് എന്റെ പെൺമക്കളോട് എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅ ഓതാൻ ഞാനങ്ങ് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ പേടി വേണ്ട. സഹോദരങ്ങളെ, ഇത് വല്ലാത്തൊരു തവക്കുലാണ്. അല്ലാഹു തആല തരുന്ന റിസ്ഖിൽ അവർക്കൊരു വിഷമവുമില്ല. അവരങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയതും. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ, മക്കളെ കൊന്നുകളയുന്നത് അത് വലിയ തെറ്റാണ്. കൂട്ടത്തിൽ ഈ ആയത്ത് ഉദ്ധരിച്ചപ്പോ മഹാന്മാരായ പണ്ഡിതന്മാർ ചിലരൊക്കെ തെളിവാക്കി. ചില ഭർത്താക്കന്മാരുണ്ട്, പെട്ടെന്ന് മക്കളുണ്ടായി പോകണ്ടെന്ന് കരുതിയിട്ട് അവർ ചില എളുപ്പമാർഗങ്ങൾ, ചില ചില്ലറ സീക്രട്ടായ ചില മാർഗങ്ങളൊക്കെ സ്വീകരിക്കും. എന്നിട്ട് അള്ളാഹു അവർക്ക് നൽകിയ സുഖങ്ങൾ, അവർക്കും അവരുടെ ഇണകൾക്കും നൽകിയ സുഖങ്ങൾ മറ്റൊരു വഴിക്ക് അവർ പുറത്തേക്ക് ഒഴിവാകുന്ന ഒരു പരിപാടിയുണ്ട്. അസില് എന്നതിനെ പറ്റി പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞല്ലോ, ദാലികൽ വഅദുൽ ഖഫിയു, അതും ഒരു ചെറിയ കൊലപാതകമാണ്. പേടി കൊണ്ടായിരിക്കും. ഇപ്പൊ തന്നെ ആളുകൾ പറയുന്നുണ്ട് 5 എണ്ണം ആയിട്ടുണ്ട്, ഇനിയെങ്ങോട്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ലാഹു തആലയല്ലേ തരുന്നവൻ, റിസ്ഖും തരുന്നവൻ അവനാണ്. ഒരു വിഷമവും വേണ്ട. 2 എണ്ണമോ 3 എണ്ണമോ ആയിട്ട് നിർത്തുന്നവരുണ്ട്, ഒരു കാരണവുമില്ലാതെ കാലാകാലത്തേക്ക് വേണ്ടി പാടേ നിർത്തുന്നത് ഹറാമാണ്. രോഗകാരണമോ മറ്റു വിഷമമോ കാരണങ്ങളോ ഒന്നുമില്ലാതെ താൽക്കാലികമായിട്ടുള്ള നിർത്തലുണ്ട്, അതിന് ഹറാമില്ല. എന്നാലും മഹാന്മാര് പഠിപ്പിച്ചത് കറാഹത്താണ്. കുടുംബാസൂത്രണ പദ്ധതി, പ്രസവം നിർത്തുന്ന ഏർപ്പാട്, അതേ പ്രസവിക്കാൻ നല്ല ആരോഗ്യവും കാര്യവും ഉണ്ടോ, ഭർത്താക്കന്മാരതിന് പ്രേരണ നൽകിക്കോളൂ, ഒരു വിഷമവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ആ സഹോദരിക്ക് അതിന് പറ്റുന്ന ആരോഗ്യങ്ങളും കാര്യങ്ങളുണ്ടോ? റിസ്ക്കും സമ്പത്തും മാത്രം നിങ്ങൾ മാനിച്ച് കണക്കാക്കേണ്ട ഒന്നല്ലത്. കല്യാണം കഴിക്കുന്ന സമയത്ത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വാഗ്ദാനം, ഇയകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളിഹി. ഈ ആയത്ത് നിക്കാഹിന്റെ സദസ്സിലൊക്കെ എപ്പോഴും ഓതി കേൾക്കലുണ്ട്. എന്താന്ന് മനസ്സിലാകല്ല. ആ ആയത്തിന്റെ അർത്ഥമാണ് ശരിക്കും ആ പന്തലിൽ വിശദീകരിച്ചു കൊടുക്കേണ്ടത്. ആളത്ര വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളൊന്നുമല്ല, പിന്നെ ഒരു മിതമായ നിലക്ക് ജീവിക്കുന്ന സെറ്റപ്പിലുള്ള ആളാണ്. ആൾക്കുണ്ടല്ലോ ജീവിതം. പക്ഷേ ഈ ബന്ധം ചേരലിലൂടെ നല്ലവരാണ് ഈ ചേരുന്നതെങ്കിൽ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹു തആല അവർക്ക് ഐശ്വര്യം കൊടുക്കും. വിവാഹ ബന്ധത്തിലൂടെ ഐശ്വര്യം ഉണ്ടോ? ഉണ്ട്. ആ ഐശ്വര്യത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ നിങ്ങൾ? നല്ല ബറക്കത്ത്, നല്ല ബറക്കത്ത്. അനാവശ്യ ചെലവുകളൊന്നുമില്ല. ഉള്ളതോ കിട്ടിയിട്ട് മതിയാകുന്നുണ്ട്, തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അൽഹംദുലില്ലാ, റാഹത്താണ്. അതല്ലേ ബർക്കത്ത്. നല്ല റാഹത്തോടെ ജീവിതം മുന്നോട്ട് പോകും. ആവശ്യങ്ങൾക്കൊന്നും ഒരു തട്ടുമുട്ടില്ല.
ചില ആവശ്യങ്ങൾക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടാവും, പിന്നെ അങ്ങനെ മാറിപ്പോകും, പിന്നെ അങ്ങനെ ഉഷാറായിപ്പോകും, ഒരു വിഷമമില്ല. അത് ഈ ഒരു കുടുംബജീവിതം തുടങ്ങിയതിലൂടെ വലിയ സന്തോഷം, വലിയ റാഹത്തുണ്ട്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, നേരത്തെ കഷ്ടപ്പാടുള്ള ജീവിതമാണെങ്കിലും കുടുംബജീവിതത്തിലൂടെ ഒരുപാട് ബർക്കത്ത് അള്ളാഹു തന്നിട്ടുണ്ട്. ഒന്നും രണ്ടുമില്ല, ധാരാളം ബർക്കത്ത്. സയ്യിദത്തുനാ ബീവി ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹയെ സ്വീകരിക്കുന്നതിന് മുമ്പ് വല്ലാത്തൊരു പേടിണ്ടായിരുന്നു എനിക്ക്. ഞാനെങ്ങനെ സ്വീകരിക്കും, എനിക്ക് എന്താ ഉള്ളത്, എന്താണ് എനിക്ക് സെറ്റപ്പായിട്ട് എന്താ ഉള്ളത്? പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജീവിതം അങ്ങ് ചേർത്ത് തന്നപ്പോ പിന്നെ അല്ലാഹു തആല തന്നൊരു ബർക്കത്തിന് കയ്യും കണക്കൂല്ല. ധാരാളം ബർക്കത്തുകൾ തന്നിട്ടുണ്ട്. 1, 2, 3 തവണയല്ല, വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിന്റെ ബർക്കത്തുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല നൽകിയ വലിയ ബർക്കത്താണ്. ആ ബർക്കത്ത് കൊണ്ട് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോയിട്ടുണ്ട്. ചുരുങ്ങിയ കാലമാണെങ്കിലും ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ജീവിച്ച അത്രയും കാലം ആ ജീവിതത്തെ പറ്റി ഒരു പരാതിയും പറഞ്ഞിട്ടില്ല, നല്ല സന്തോഷങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോയ ജീവിതമാണ്. ആ ഒരു ബറക്കത്ത് സഹോദരങ്ങളെ, നമ്മൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ധാരാളം ശേഖരിച്ചു വെച്ചെങ്കിലേ ബറക്കത്തുണ്ടാകൂന്നാണ്. അങ്ങനല്ല, കുറഞ്ഞതിലും ബറക്കത്ത് തരുന്നവൻ അല്ലാഹുവല്ലേ. ധാരാളമുള്ളതിലും ബറക്കത്ത് തരുന്നവൻ അല്ലാഹുവാണ്. ധാരാളമുണ്ട്, പക്ഷേ ഒരു ചെറിയ നയാ പൈസന്റെ ബറക്കത്തില്ല. ആ ധാരാളം കൊണ്ടെന്താ കാര്യം? കുറഞ്ഞതേ ഉള്ളൂ. ധാരാളമുള്ളതിന്റെ ബറക്കത്ത് ഈ കുറഞ്ഞതിലുണ്ട്. അതിലല്ലേ വലിയ കാര്യമുള്ളത്. അതുകൊണ്ട് അതിന് പ്രസവിക്കാൻ കഴിയുന്ന സഹോദരിമാരെ മുടക്കേണ്ടതില്ല. ഉമ്മമാരെ അതൊരു മാനക്കേടല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വർഗത്തിന്റെ സന്തോഷ വാർത്തയുണ്ടല്ലോ. കൂടുതൽ കൂടുതൽ പ്രസവിക്കുന്ന സഹോദരിമാർക്ക് വല്ലാത്ത സന്തോഷ വാർത്തയുണ്ട്. പഴയ കാലത്ത് ഉമ്മമാരൊക്കെ പറയും, ഇപ്പൊ പറയുന്നറിയില്ല, അപ്പൊ അങ്ങനെയുള്ളവരുണ്ടോ അപൂർവ്വമൊക്കെ. പഴയ കാലത്ത് ഉമ്മമാരൊക്കെ പറയും, ഇനിയിപ്പോ സംഗതി ഇപ്പൊ ഞാനൊക്കെ ചെറിയൊരു ഫർളും കാര്യങ്ങളൊക്കെ ചെയ്താലും എനിക്ക് സ്വർഗത്ത് പോകാതാ 10 എണ്ണം, 11 എണ്ണം. അവരങ്ങനെ പറയും. അത് നല്ല സന്തോഷത്തോടെ തന്നെ കണ്ടു പറയും, ഒരു വിഷമവും ഇല്ലാതെ പറയും. ആ മക്കളെ നല്ല രൂപത്തിൽ വളർത്തിയിട്ട് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് സന്തോഷത്തോടെ വളർത്തുന്നതോടൊപ്പം കുട്ടികളിൽ ഏറെ ഉണ്ടാകുന്നതിന് വിഘ്നം പറയാതെ, വിസമ്മതം പറയാതെ, മടുപ്പും വിഷമങ്ങളും പറയാതെ നല്ല ഔദാര്യത്തിന്റെ മനസ്സുമായി മുന്നോട്ട് നീങ്ങണം. നഹ്നു നർസുഖുഹും വ ഇയ്യാകും എന്ന വാഗ്ദാനം മറക്കരുത്. അവർക്കും നമ്മളാ നൽകുന്നത്, നിങ്ങൾക്കും നമ്മളാ നൽകുന്നത്. സഖാഇന്റെ ഔദാര്യത്തിന്റെ ഒരു മനസ്സുണ്ടായാൽ മതി. ആ ജീവിതമൊക്കെ നല്ല സന്തോഷത്തോടെ മുന്നോട്ട് അള്ളാഹു നമുക്ക് തേറ്റിത്തരട്ടെ. സഖാഇന്റെ മനസ്സുണ്ടായാൽ ബുഖില് ഒരു ഭാഗത്തൂടെ അങ്ങനെ ഉണ്ട്, അറിയാതെ ഒഴിഞ്ഞു പോകും. ആ ആവശ്യങ്ങൾക്ക് കണ്ടറിഞ്ഞ് ചെലവ് ചെയ്യാനുള്ള നല്ലൊരു മാനസിക സംതൃപ്തി. യഹ്യാ നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് ഇബ്ലീസ് വന്നപ്പോ ഇബ്ലീസിനോട് മഹാനവർകൾ ചോദിച്ചു, അല്ല ഇബ്ലീസേ, അഖ്ബിർനി ബി അഹബ്ബിൻ നാസി ഇലൈക വ അബ്ഗദിൻ നാസി ഇലൈക, ജനങ്ങളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാ ഒന്ന് പറഞ്ഞോണ്ടാ, ഏറ്റവും വെറുപ്പുള്ള ആളാരാ അതും പറഞ്ഞോണ്ടാ. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, അഹബ്ബുൻ നാസി ഇലയ്യ അൽ മുഅ്മിനുൽ ബഖീൽ, ജനങ്ങൾക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് ബഖീലായ മുഅ്മിനാണ്, ബഖീലായ മുഅ്മിനാണ്. അവരിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ആള് അൽ ഫാസിഖുസ് സഖിയ്യു, ആള് മുഅ്മിനാണെങ്കിൽ ചെറിയ ഫിസ്കൊക്കെ ഉണ്ട്, ആൾക്ക് ഫാസിഖാണ്, പക്ഷെ ആള് സഖിയാണ്, ഔദാര്യ മനസ്കനാണ്, ഉദാര മനസ്കനാണ്. അപ്പൊ യഹ്യാ നബി അലൈഹി സ്വലാം ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ? അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, ലിഅന്നൽ ബഖീല ഖദ് കഫാനി ബുഖ്ലുഹു, ബഖീലായത് കൊണ്ട് അയാൾക്ക് വലിയ ഉയർച്ച ഉണ്ടാകൂല, അതുകൊണ്ട് അയാൾ ആ ലെവലിൽ അങ്ങനെ പോയിക്കോളും. അയാളെ ഞാൻ കൂടുതൽ നോക്കേണ്ടതില്ല, വലിയ ഉയർച്ച ആണെങ്കിൽ കൊടുക്കണ്ടേ, ആൾക്കാരിൽ കൊടുക്കൂല, അതുകൊണ്ട് അയാൾ ആ ബുഖില് അയാളെ ശല്യം എനിക്ക് മതിയാക്കി തന്നു. അതേ സമയത്ത് സഹിയായ ഫാസിഖ്, ആള് ഫാസിഖാണെങ്കിലും ഔദാര്യം ചെയ്യുന്ന ആളാണോ, അല്ലാഹു തആല ഈ ഔദാര്യം കൊണ്ട് അയാളെ വീക്ക്നെസ് പരിഹരിച്ചുകൊണ്ട് അയാളെ സ്വീകരിക്കോ എന്നൊരു പേടി എനിക്ക്. ഈ ഉദാരത കൊണ്ട്, ഈ ഔദാര്യം ചെയ്യുന്നത് കൊണ്ട്, കുടുംബത്തിനും മറ്റൊക്കെ ചെയ്യുന്ന ഔദാര്യം കൊണ്ട് ഫിസ്കുള്ള ആളാ, പക്ഷെ അത് അല്ലാഹു പുറത്തു കൊടുത്തിട്ട് അയാളെ സ്വീകരിക്കോ എന്നൊരു പേടി എനിക്ക്. അങ്ങനെയുള്ള മോശപ്പെട്ട ആൾക്കാരെ ധർമ്മം കൊണ്ട് ഒറ്റയടിക്ക് അല്ലാഹു തആല സ്വീകരിച്ച് എത്രയുണ്ട്. ബീവി ആയിഷ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്ന് ഇടക്കിടക്ക് ഒരു പെണ്ണിങ്ങനെ വർത്തമാനം പറയാൻ വേണ്ടി ഒരു വീട്ടിൽ,
അപ്പൊ ആ പെണ്ണൊരു ദിവസം വന്ന് വർത്തമാനം കുറേ നീണ്ടപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് പറഞ്ഞു, ആ പെണ്ണ് അത്ര നല്ല പെണ്ണല്ല, ആയിഷ ബീവിനോടൊന്ന് സംസാരം നിർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് വിടാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ആ പെണ്ണ് പോകുമ്പോൾ 2 ചുള കാരക്ക കൊടുത്തു. പോകല്ലേ, വീട്ടിൽ വന്നതല്ലേ. ആ പെണ്ണ് പോയി. ആ പെണ്ണ് പുറത്തിറങ്ങിയിട്ട് ആദ്യം കണ്ടൊരു പാവപ്പെട്ട മനുഷ്യനെ 2 അങ്ങ് കൊടുത്തു. 1 അല്ല 2 കൊടുത്തു. ജിബ്രീൽ അലൈഹി സ്വലാം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ആ പെണ്ണിനെ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ തിരിച്ചു വിളിച്ച് ഇനിയും സംസാരിക്കാം. അത് കണ്ടോ. അപ്പൊ ആ ഒരു സഖാവത്ത്, ആ ഒരു ഔദാര്യം കൊണ്ട്, ഉദാരത കൊണ്ട് അല്ലാഹു തആല വലിയ ഖബൂലിയത്താ നൽകിയത്. അതാണ് ഇബ്ലീസിന് പേടി. ആള് ഫാസിഖാണെങ്കിലും നല്ല ഔദാര്യമുള്ള ആളാണ്. ഈ ഉദാരത കൊണ്ട് അല്ലാഹു തആല അത് പുറത്തു കൊടുത്തിട്ട് ആളെ സ്വീകരിച്ചാലോ എന്നൊരു പേടി എനിക്കുണ്ട്. മറ്റേ ആള് മൂമിനാണെങ്കിലും ബഖീലാണല്ലോ, ലെവല് മേലോട്ട് ഉയരൂല, ഒരേ ലെവലിൽ നിൽക്കുള്ളൂ. അതുകൊണ്ട് വലിയ പരിശ്രമമല്ല. നമ്മൾ നല്ല ഉദാരത ചെയ്യണം കുടുംബത്തിന്. അതിനാ നമുക്ക് വാഗ്ദാനം, നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. മക്കളെ നന്നായി വളർത്തിയിട്ട് സ്വർഗം വാങ്ങണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആൺമക്കളെയും പെൺമക്കളെയും 2 പേരെയും കൺകുളിർമയാർന്ന ജീവിതം ഇവിടെയും ആഖിറത്തിലും സന്തോഷത്തോടെ കാണാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാന്മാരായ ആളുകളൊക്കെ മക്കൾക്ക് പരിശീലിപ്പിച്ചതുപോലെ നല്ല പരിശീലനങ്ങൾ നൽകണം. നമ്മുടെ സമയമായി, ഞാൻ ഇനി നീട്ടിപ്പറയുന്നില്ല. ഒരു ഭാഗം ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട്, സമയം എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് പറയാം. അവർക്കുള്ള ശിക്ഷണവും അവർക്കുള്ള മുറകളും കൊടുത്ത് നല്ല രൂപത്തിലേക്ക് അവരെ വളർത്തിയെടുത്ത് ദുനിയാവിലും ആഖിറത്തിലും ഖുർറത്ത് ഐനാകുന്ന വിധം അവരെ കണ്ട് ആസ്വദിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ.